السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تقولن لشيء إني فاعل ذلك غدا إلا أن يشاء الله. صدق الله العلي العظيم. أشد الناس بلاء الأنبياء ثم الأمثل فالأمثل أو كما قال شفيعنا رسول الله. ولقد علمت بأن دين محمد من خير أديان البرية دينا. وعلم أمة سيدنا محمد. ഏറ്റവും സ്നേഹാദരവും ബഹുമാനം നിറഞ്ഞ ഈ ജമാഅത്തിൽ പരിശുദ്ധമായ ദീന്റെ കാര്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുവന്യരായ പ്രസിഡന്റ് ബി.ജെ. ഹനീഫ അവറുകളെ, ഈ ജമാഅത്തിലെ ജനറൽ സെക്രട്ടറി ഷിഹാബ് സഖാഫി ഉസ്താദ് അവറുകളെ, മോനാജ് അവറുകളെ, ഈ ഇൽമുടെ സദസ്സിൽ അള്ളാഹു റൊട്ടികളുടെ ഇബാദത്ത്, അള്ളാഹുക്ക് വേണ്ടി ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുടെ ഇബാദത്തിന സൗന്ദര്യം മനോഹരമായ രീതിയിൽ ഏതൊരു മുഅ്മിനായ മനുഷ്യൻ്റെ കൽബുക തട്ടുന്ന വിധത്തിൽ പ്രസംഗിച്ച് വലിയ പണ്ഡിതനായ അബ്ദുൽ വാസിഅ് ബാഖവി ഉസ്താദ് അവറുകളെ, വേദിയിലുള്ള നേതാക്കളെ, പണ്ഡിതന്മാരെ,
സദസ്സുലുള്ള ബഹുമാനമുള്ള മുഅ്മിനുകളെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ മജ്ലിസിൽ അല്ലാഹു ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്തുകൊണ്ട്, ബദരീങ്ങളെ ബറക്കത്തുകൊണ്ട്, എല്ലാ സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാരെ ബറക്കത്തുകൊണ്ട്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് മദനി തങ്ങളെ ഹഖ് ജാഹ് ബറക്കത്തുകൊണ്ട് അല്ലാഹു ഇവിടെ ഒരുമിച്ചുകൂടി ഞങ്ങളെല്ലാവരും ദുനിയാവും ആഖിറവും ഇസ്സത്തിലും സലാമത്തിലുമാക്കട്ടെ. ആമീൻ. ബഹുമാനമുള്ള മുഅ്മിനുകളെ, ആമുഖം എന്തും നീട്ടിയോണ്ട് പോണ്ടില്ല. പരിശുദ്ധമായ ഈമാൻ അഥവാ മുഅ്മിൻ ചൊന്നിട്ട് അവകാശപ്പെട്ട കൻകെത്തെ മുഅ്മിനീങ്ങളായ നങ്ങ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ചെയ്ത ഇബാദത്തിനെ സംബന്ധിച്ച് ആ ഇബാദത്ത് ചെയ്യുന്നകൂറ മുഅ്മിനായ മനുഷ്യൻകുള്ള ബാധ്യത ഏതു രൂപത്തിലായിട്ടിക്കുന്ന ഇബാദത്ത് എങ്ങനെ സൂക്ഷ്മത്തിൽ ജീവിക്കണോണ്ടു അവസാനം ബഹുമാനപ്പെട്ട അബ്ദുൽ വാസി ബാഖവി ഉസ്താദ് ചൊന്ന അവർ ഉപദേശം, പ്രത്യേകിച്ച് എൻ്റെ ഉമ്മമാർ സഹോദരിമാർ മനസ്സിലാക്കുന്നുകൊള്ള അവർ ഉപദേശം ഉസ്താദ് മലയാളത്തിൽ ചൊന്നെങ്കിലും എല്ലാവർക്കും അത് അർത്ഥായിട്ടിക്കൊണ്ട് നബീകരിക്കര. ഒരു പെണ്ണിടെ അവസാനം മരണാനന്തര മയ്യത്ത് കുളിപ്പാട്ടി കഫൻ ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് ആ മയ്യത്തിന് മേലിൽ നിസ്കരിക്കണു വേണ്ടി മയ്യത്തിരെ കട്ടിയിലെ ഉൽഗത്തിൽ വെച്ച് കിടപാട്ടിയപ്പ ആ മയ്യത്തിരെ നടുഭാഗത്തിൽ ഇമാമ നിൽക്കിടുകയുണ്ട്. അതിന്റെ രഹസ്യ എന്ത് കഥ അങ്ങനെ ചൊല്ലതിരെ വിശദീകരിച്ച് ഈ ഒരു വിശദീകരണം, ഈ ഒരു ഉപദേശം ഈമാനുള്ള ഒരു പെണ്ണുക്ക് സ്വന്തം ശരീരത്തെ ഔറത്തിനെ കാത്തു സൂക്ഷിക്കണു അള്ളാഹുടെ പേടിയുന്നെങ്കിൽ വയ്യാവോടും മറിച്ചൽ പിന്നെ പോലും ആ മയ്യത്തരെ നടുഭാഗത്ത് ഇമാമ നിക്കണോ ആണ്. മറിച്ചെങ്കിൽ അങ്ങനെ അല്ല, ആണികളെ മയ്യത്തര അങ്ങനെ അല്ല, ആണികളെ മയ്യത്തര തലഭാഗത്താണ് ഇമാമ നിക്കടെ. എങ്കിൽ ആ മയ്യത്ത് പെണ്ണാണെങ്കിൽ പെണ്ണിടെ നടുഭാഗത്ത് നിക്കടെ പെരകവുള്ള ആളുമാർക്ക് പെണ്ണിടെ ആ ഭാഗം കാണുകു തീരാച്ചൊന്നും മറക്കണുകു വേണ്ടി ഓപ്പൺ ഉള്ളതല്ല. കുളിപ്പാട്ടിട്ട് കഫൻ ചെയ്തിട്ട് ഒരു കട്ടിയിലെ ഉൽഗ വെച്ചിട്ട് മറച്ചിട്ട് കൊണബന്ന കൻകത്തെ ആ ശരീരത്തുക പോലും അത്തരം മാത്രം സംരക്ഷണം കൊടുക്കണോണ്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ടിട്ടുണ്ടെങ്കിൽ ഔറത്തര ബഗ്ഗെ ഞങ്ങളെ തടിര ബഗ്ഗെ പിന്നെ ഒരാള് ആകർഷിച്ചു പോവാച്ചോളുടെ ആ ഒരു ചിന്തലായിട്ടിക്കൊണു ഒരു പെണ്ണിടെ ജീവന അവൾക്ക് ബുദ്ധി വന്നതിൽ മുതൽ മരിക്കെടുത്തവരേക്കും അള്ളാഹു ഈമാൻ തന്നനുഗ്രഹിക്കട്ടെ. ഇതാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നതിന്റെ കാരണം. പ്രത്യേകിച്ചിട്ടും അള്ളാഹുടെ സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാരുടെ ഉറൂസു അതിരൊട്ടിಗೆ അനുബന്ധിച്ച് നടത്തിരകനിക്കത്തെ വഅദയുടെ മജ്ലിസുകളെല്ലാം ഞങ്ങൾ ബറുമ്പത്തു പലപ്പോഴും അന്യാനികളെ എതിരുക അന്യാനികളെ ഇടലായിട്ടെല്ലാം നടക്കണായിട്ടെല്ലാം വന്നുപോണ്ട് അത് സാധ്യായത്തര സൂക്ഷിക്കൊള്ളു, ജാഗ്രത ആക്കിക്കൊള്ളു. ഇനങ്ങനെ സന്ദർഭത്തിൽ അങ്ങനെ ആയി പോയെങ്കിൽ പോലും ഞങ്ങൾ ഔറത്ത് പൂർണ്ണമായി മറച്ചിട്ട് തല താത്തിട്ട് ജാഗ്രതയിലും ഇസ്സത്തിലും അള്ളാഹുടെ പേടിച്ചിട്ട് ആ മഹാന്മാരെ പൊരുത്തത്തെ ആഗ്രഹിച്ചിട്ട് നടക്കൊന്നിട്ട് നാ ഓർമ്മപ്പെടുത്തരെ. എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളായ ഞങ്ങളെ കാണാൻ മുന്നിൽ ജീവിച്ചു പോയ കനിക്കത്തെ മഹാന്മാർ സ്വാലിഹീങ്ങൾ അങ്ങ് കാട്ടി തന്നെ കനിക്കത്തെ തെറു അങ്ങനെ ത്യാഗോജ്വലമായ ജീവന അങ്ങനെ ഇൽമ് അങ്ങ് അല്ലാഹുവിനെ പേടിച്ച കനിക്കത്തെ തഖ്വ, ആ തഖ്വയാണ് ഇണ്ടും ദുനിയാവിൽ ഈ നിലക്ക് ഇൽമുടെ പറത്തുണക്ക് കാരണമായി. ബഹുമാനപ്പെട്ട അബ്ദുൽ വാസി ബാഖവി ഉസ്താദ് വിശദമായിട്ട് അതിന്റെ തുടക്കത്തിൽ ചൊന്തു. രണ്ടാമതൊക്കെ കടക്കൽ ആ ഈമാൻ ഒരു മുഅ്മിനായി ജീവിക്കുന്ന കനിക്കത്തെ വ്യവസ്ഥിതമായ ഒരു അവസരത്തെ ഞങ്ങളെ മുൻഗാമികളായ ആളുമാർ എത്തുപാട്ടി തന്നിട്ടില്ലെങ്കിൽ എന്റെ പിരുസത്തെ മുഅ്മിനീങ്ങളെ ദുനിയാവിൽ ജീവിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ധാരാളം ബുദ്ധിമുട്ടും തൊന്തരയും കഷ്ടവും നഷ്ടവും നൊമ്പലവും എല്ലാം സഹിക്കൊണ്ടായിട്ട് വരും. അത് എത്ര വലിയ ആളാണെങ്കിൽ പോലും
അല്ലാഹുവിന്റെ റസൂൽ ചെന്ന ഒരു ഹദീസിൽ അശദ്ദുൻ നാസി ബലാ അൽ അംബിയാ, ഈ ദുനിയാവിൽ ഏറ്റവും വലിയ വലിയ പരീക്ഷണത്തിന് വിധേയമായത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണ്, അല്ലാഹുവിന്റെ നബിമാരാണ്. അല്ലാഹുവിന്റെ നബിമാരാണ് ഈ ദുനിയാവിൽ ഏറ്റവും വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായത്. അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ നബിമാരെ നന്തര ഈ ദുനിയാവിൽ വലിയ വലിയ പരീക്ഷണത്തുകൊളകായിടെ സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാർ, ആ ഔലിയാക്കന്മാരെ നന്തര ആ ഔലിയാക്കന്മാരെ തുടർന്ന് ജീവിക്കുന്ന കനിക്കത്തെ മഹാന്മാർ, വലിയ വലിയ മഹാന്മാർ അങ്ങാണ് അല്ലാഹു വലിയ വലിയ പരീക്ഷണത്തെ കൊടുത്തത്. പക്ഷെ നിസ്സാരമായ എന്തെങ്കിലും ചെറിയ ചെറിയ വിഷയ, ഒരു ഈപ്പെടെ രംഗയുടെ ബല പോലും ഇല്ലാത്ത കണിക്കത്തെ പരീക്ഷണത്തെ മുന്നുള്ളൂ പരാജയപ്പെട്ടിട്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ ആത്മഹത്യ പോലത്തേക്ക് ശരണാവിടാ ചൊല്ലത് ഞങ്ങൾ ആലോചന കൊണ്ടുള്ള വിഷയം. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചൊല്ലല്ലേ, അല്ലാഹുവിന്റെ റസൂലുകു എത്ര എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായി. നാ തുടക്കത്തിൽ ഓതി ആയത്ത് ഏത് കൊണ്ടുണ്ട പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ കഹ്ഫ്. എല്ലാ ബലിയാസരണ്ടും ഓതൽ ഏറ്റവും കൊറോടി ചൊന്നെങ്കിൽ ഒരു 3 വട്ടയെങ്കിലും ഓതൽ സുന്നത്തുല്ല കനിക്കത്തെ സൂറത്ത്. കൊറോടി ചൊന്നെങ്കിൽ 3 വട്ട ഓതൽ, യാറ എത്ര വട്ട വേണമെങ്കിലും ഓതാ. ബലിയാസരന്റെ ഓതൽ സുന്നത്തുല്ല സൂറത്ത് പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ്. ആ കഹ്ഫ് ഖുറോടി ചൊന്നെങ്കിൽ 3 വട്ട ഓതണു ചൊല്ലുമ്പോ ഒരു വട്ട പോലും ഓതണു ഞങ്ങൾക്ക് സാധ്യാവില്ല ചൊല്ലത് ഞങ്ങളെ ഈ മാണ്ടി ഞങ്ങൾ വന്നു ആലോചന കൊണ്ടുകൊണ്ട്. അതാണ് ഇബാദത്തിന്റെ സൗന്ദര്യത്തെ സംബന്ധിച്ച് ഇത്ര നേരം കൂടെ വാദ ചൊല്ലി ബഹുമാനപ്പെട്ട ഉസ്താദ് ആ ഇൽമുൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. അപ്പൊ ആ പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ കഹ്ഫിൽ ചൊല്ലുടെ കനിക്കത്തെ ഒരായത്ത്. എന്തിനായത്ത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കത്തെ മുശ്രിക്കീങ്ങളായ ചില ആളുമാർ അല്ലാഹുവിന്റെ റസൂലു നാണ് നബി അവസാനത്തെ പ്രവാചകനോ ചൊന്ന് വാദിച്ചു വരുമ്പത്തു അല്ലാഹുടെ നബി ഒക്ക അല്ലേ ചൊന്നിട്ട് പരീക്ഷാക്കണക്ക് വേണ്ടി എന്തെല്ലാം കസരത്താക്കിയ ചില പണ്ഡിതന്മാർ, അതൊക്കെ മുന്നത്തെ മതത്തിൽ അനുസരിച്ച് ജീവിച്ച ഈസാ നബി അനുസരിച്ച് ജീവിച്ച ആൾമാർ അല്ലാഹുവിന്റെ റസൂൽ ഒക്ക ചൊന്നിട്ട് ടെസ്റ്റ് ആക്കി നോക്കിയിട്ട് ഷഹാദത്ത് കലിമ ചൊന്ന് മുസ്ലിമായില്ല. എങ്കിൽ ചില ആൾമാർ അല്ലാഹുവിന്റെ റസൂലിനെ ഏത് മുഅ്ജിസത്ത് കണ്ടിട്ടും അല്ലാഹുവിന്റെ റസൂൽ ചൊന്ന് ഉറപ്പാവിടെ എല്ലാ അടയാളത്തെ കണ്ടിട്ടും കിബർ കൊണ്ടിട്ടു അല്ലാഹുവിന്റെ റസൂൽ അംഗീകരിച്ചിട്ടില്ല. കിബിറു ചൊല്ലത് അങ്ങനല്ലേ? ഒരു മനുഷ്യന്റെ മനസ്സ് മീത്ത് ഒരു തെല്ല് കിബിറിന്റെ ഒരു അംശം വന്നു പോയിട്ടുണ്ട് കണ്ടെങ്കിൽ പിന്നെ അവന്റെ ദുനിയാവ് നഷ്ടപ്പെട്ടു പോയിട്ട് ആഖിറത്തെ സംബന്ധിച്ച് ചൊല്ല വേണ്ട. അവനുക്ക് അല്ലാഹുടെ സ്വർഗ്ഗം ഹറാമുണ്ട്. ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സ് ശുദ്ധാവണം, ഖൽബ് ശുദ്ധാവണം. എത്ര വലിയ ആലിമായെങ്കിലും എത്ര പാവപ്പെട്ട ഒരു വിവരയില്ലാത്ത ആളാണെങ്കിൽ പോലും അങ്ങനെ മനസ്സ് നല്ലാവണോ. ഇബാദത്ത് ധാരാളമുണ്ടു, പക്ഷെ മനസ്സിൽ കെബിർ കൊണ്ടുകൊണ്ട് കണ്ടെങ്കിൽ അവന്റെ ഇബാദത്ത് അല്ലാഹു വിലവയ്ക്കില്ല. ഏതുമാവട്ടെ അല്ലാഹുവിന്റെ റസൂലിനെ ടെസ്റ്റ് ആക്കണക്ക് വേണ്ടിയിട്ട് മക്കത്തെ മുശ്രിക്കീങ്ങളിൽ നിന്നുള്ള ചില ആളുമാർ, പ്രധാനപ്പെട്ട ചില ആളുമാർ അല്ലാഹുവിന്റെ റസൂൽ മക്കത്തിൽ പ്രവാചകനായി നബിയായി വന്ന സന്ദർഭത്തില് മദീനത്ത് പോയി ഇസ്ലാമിന്റെ ശത്രുവായ ജൂത പണ്ഡിതന്മാരെ സമീപിച്ചിട്ട് ഞങ്ങളെ റായത്തിൽ മുഹമ്മദ് ചൊല്ലിയ ഒരാള് അവസാനത്തെ പ്രവാചകൻ ചൊന്നിട്ട് അവകാശപ്പെട്ടു ഞാൻ അല്ലാഹുവിന്റെ അവസാനത്തെ നബിയിട്ട് ഒരാൾ ചൊന്നോണ്ട് പണ്ട് അയാൾ അല്ലാഹുടെ നബിയായിട്ട് ഞങ്ങൾക്ക് അറിയണകോ, അഥവാ അയാളുടെ മകൻ നിങ്ങൾ അല്ലാഹുടെ നബിയായിട്ട് ഞങ്ങൾക്ക് ചൊന്നു തരണോ ചൊല്ലുമ്പോ ജൂത പണ്ഡിതന്മാര് ഇസ്ലാമുടെ ശത്രുത ഉള്ളകനിക്കത്തെ ചില ആളുമാർ ആ മതത്തിലുള്ളാറ് ആ പണ്ഡിതന്മാർ ഈ മക്കത്തെ പോയ മുശ്രിക്കീങ്ങരുട്ടിക ചൊന്നു കൊടുക്കൂടെ ആ മുഹമ്മദ് നബി അല്ലാഹുടെ നബിയാ ചൊന്നു അറിയണകോ നാണിങ്ങൊരു തന്ത്ര ചൊന്നുതണ്ട് നിങ്ങൾക്ക് നാടൊരു ഹിക്മത്ത് പടിപ്പാട്ടിതണ്ട് അഥവാ അല്ലാഹുടെ നബിമാർക്ക് മാത്രം ഗൊന്തിക്കിടകനിക്കത്തെ ഒരു പ്രശ്ന അല്ലാഹുടെ നബി അല്ലെങ്കിൽ ഒരാൾക്ക് പോലും ഉത്തര ചൊല്ലണുകാവാത്ത ഒരു പ്രശ്നരെന്നാണ് ചൊന്നു പടിപ്പാട്ടിതണ്ട് ആ പ്രശ്നരെ നിങ്ങൾ മുഹമ്മദ് ചൊല്ലിയ വ്യക്തി റൊട്ടിക പോയി കേട്ടെങ്കിൽ അയാൾ അല്ലാഹുടെ നബിയായിട്ട് മീത്ത് ഇല്ലാണ്ട് കണ്ടെങ്കിൽ അയാൾക്ക് അതിന്റെ ഉത്തര ചൊല്ലണുകാവില്ല. ആ പ്രശ്നം
പ്രശ്നം മക്കത്തെ പോയ ഖുറൈശിങ്ങൾക്ക്, മക്കത്തെ പോയ മുശ്രിക്കീങ്ങൾക്ക് ജൂതനായ പണ്ഡിതന്മാർ പടിപ്പാട്ടി കൊടുക്കാറ്. ഏത് പ്രശ്നങ്ങൾ കൊണ്ടുണ്ട് അല്ലാഹുവിന്റെ റസൂൽ എട്ടിക കേൾക്കണുകോ. ഒന്ന് റൂഹു ചൊന്നെങ്കിൽ മനുഷ്യന്റെ തടില മറഞ്ഞു കിടക്കട ആത്മാവ് ചൊന്നെങ്കിൽ എന്തിനേട്ട് കേൾക്കണോ. രണ്ടാമത് സ്വഹാബുൽ കഹ്ഫിന്റെ ബാലകാരമാരെ സംബന്ധിച്ച് കേൾക്കണോ. മൂന്നാമത് ദുൽഖർനൈൻ ചക്രവർത്തിയെ സംബന്ധിച്ച് കേൾക്കണോ. ഈ മൂന്ന് ചോദ്യത്തിന് ഉത്തര ചൊല്ലണു ഒരു നബിക്കല്ലാണ്ട് സാധ്യമല്ല. അയാൾ അല്ലാഹുവിന്റെ നബിയാണെങ്കിൽ ഈ ചോദ്യത്തെ വ്യക്തമായ ഉത്തര ചൊല്ലൂ. അങ്ങനെ ഉത്തര ചൊന്നെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലോട് നിങ്ങൾ അംഗീകരിക്കണോ, അല്ലാഹുവിന്റെ നബിയെ നിങ്ങൾ ഉറപ്പിക്കണോ, ആ നബിയുടെ ശരീഅത്തിനെ നിങ്ങൾ പിൻപറ്റണോ. അതല്ലാ ഉത്തര ചൊല്ലണുകാവില്ലാണ്ട് കണ്ടെങ്കിൽ ആ മുഹമ്മദ് നബിക്ക് ഈ ചോദ്യത്തെ ഉത്തര ചൊല്ലണുക മീത് തീരില്ലാണ്ട് കണ്ടെങ്കിൽ അയാളെ നിങ്ങൾ കൊല്ലണോ. മക്കത്തെ മദീനത്തുക പോയ മുശ്രിക്കീങ്ങൾ മടങ്ങി മക്കത്തുക ബണ്ടാറ്. എന്നിട്ടെങ്കിലും സമുദായത്തിൽ വിട്ട എല്ലാ ആളുമാരിട്ടുക ചൊല്ലുടേ അല്ലാഹുവിന്റെ നബി ചൊന്ന് വാദിച്ചു വന്ന ഒരാള്, അയാള് അല്ലാഹുവിന്റെ പ്രവാചകനാ ചൊന്ന് അറിയണുകോ. ജൂത പണ്ഡിതന്മാർ ഞങ്ങൾക്ക് നല്ലവർ ഹിക്മത്തിന്റെ പടിപാടി തന്നറാറ്. മൂന്ന് പ്രശ്നം അയാളൊട്ടിക ഞങ്ങൾ കേൾക്കണോ. ആ മൂന്ന് പ്രശ്ന ഉത്തര ചൊല്ലുടോണ്ട് കണ്ടെങ്കിൽ, ആ മൂന്ന് ചോദ്യത്തിന് ഉത്തര ചൊല്ലുടോണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാരും ഷഹാദത്ത് അംഗീകരിക്കണോ, അല്ലാഹുവിന്റെ ഏകദൈവത്തെ അംഗീകരിക്കണോ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുന്നല കടന്നു വന്ന സമയത്തിൽ ഒരു വിഭാഗം ആളുമാര്, ഇന്നലെ വരേക്കും ഇസ്ലാമിനെ പരിഹസിച്ച തമാശാക്കി ആളുമാര്, ഇന്നലെ വരേക്കും അല്ലാഹുവിന്റെ റസൂലെ കൊല്ലുക നോക്കിയ ആളുമാര്, ഇന്നലെ വരേക്കും സ്വഹാബത്തിനെ തെരുനടക്കണു കൂടാത്ത ആളുമാരുണ്ടല്ലേ. ഇന്ന് അല്ലാഹുവിന്റെ റസൂൽ ഹദ്റത്ത് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഒട്ടിക മൂന്ന് പ്രശ്നം കേൾക്കണു തയ്യാറാവിടാറ്. സുബ്ഹാനല്ലാഹ്, ആ പ്രശ്നങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഉത്തര ചൊന്നെങ്കിൽ അങ്ങ് എല്ലാരും മുസ്ലിം ആവണു തയ്യാറാണ്. എത്ര നല്ല ഒരു അവസരമാണ് സ്വഹാബത്തുക അഭിമാനം കൊള്ളുകൂ, സ്വഹാബത്തുക സന്തോഷിക്കണു. എത്ര നല്ല ഒരു അവസരമാണ്. മക്കത്തെ മുശ്രിക്കീങ്ങൾ വന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിക ചൊല്ലോടെ, മുഹമ്മദേ നിങ്ങൾ അല്ലാഹുവിന്റെ നബി ചൊല്ലുടെ വാദ നേരാണെങ്കിൽ ഞങ്ങൾ കേൾക്കട ചോദ്യത്തിന് ഉത്തര ചൊല്ലണോ. അതല്ലാ ഉത്തര ചൊല്ലണു കാവില്ലാണ്ട് കണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ നബിയായിട്ട് അംഗീകരിക്കില്ലാണ്ട് മാത്രമല്ല ഈ ദുനിയാവൊരു ജീവിക്കണുകേ നിങ്ങളെ പൊടാല. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഇട്ടുക ചോദ്യ കേൾക്കടാറ്. മുഹമ്മദേ റൂഹു ചൊന്നെങ്കിൽ എന്തിനേട്ട് ചൊല്ലണോ, ആത്മാവ് ചൊന്നെങ്കിൽ എന്തിനേട്ട് ചൊല്ലണോ. അബ്ദുൽ വാസി ബാഖവി ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കേട്ടില്ലേ, അല്ലാഹു തന്ന കൻകറ്റ തടി, അല്ല പടച്ച കൻകറ്റ ശരീരത്തെ ഈ രൂപങ്ങള്, അല്ല പടച്ച കൻകറ്റ അവയവങ്ങള്, ലോകത്ത് ഏത് സാമണക പേരും സ്പെയർ പാർട്ടുണ്ടോ, ഏത് സാമന്തുക്കും ബദലി വ്യവസ്ഥയുണ്ടോ. പക്ഷേ ഒരു മനുഷ്യരെ ശരീരത്തെ ഏതെങ്കിലും ഒരു മുള്ളു പൊളിഞ്ഞെങ്കിൽ പോലും അതുപോലത്തെ ഒരു മുള്ളുടെ വ്യവസ്ഥയില്ല. ഒരു കണ്ണു പോയെങ്കിൽ കണ്ണുക കണ്ണല്ലാതെ വേറെ എന്തും ബദലുകില്ല. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിക വന്ന് കേക്കടെ, ആത്മാവ് റൂഹു ചൊന്നെങ്കിൽ എന്തിന് നബിയേ. എത്ര വലിയ വൈദ്യകീയ ശാസ്ത്രജ്ഞന്മാരുള്ള ദുനിയാവുലു. സുബ്ഹാനല്ലാഹ്, ഒരാള് ഹാർട്ട് പിന്നൊരാളുക വെച്ചിട്ട് ഹാർട്ട് ഓപ്പറേഷൻ ആക്കിയിട്ട് സ്റ്റണ്ട് ഇട്ടല്ല വേറെ എന്തെങ്കിലും അല്ല. ഒരാള് ഹാർട്ടിനെ മേടുത്ത് പിന്നൊരാളുക ഹാർട്ട് വെച്ച് ജീമാക്കിട ആള് മാറുണ്ടു. ഒരാള് കിഡ്നി എടുത്ത് പിന്നൊരാളുക വെച്ചിട്ട് അയാള് സമത്തിൽ ആരോഗ്യത്തിൽ നടക്കുന്ന പോലെ ആക്കിട ആളുണ്ടു. എങ്കിൽ ഇണ്ടേവരേക്കും ആത്മാവിടെ കണ്ടുപിടിക്കൊണ്ടുകായ ആളില്ല. മനുഷ്യരെ തടിയിൽ നിന്ന് പിരിഞ്ഞു പോയ റൂഹുടെ ബദലുക ഒരാളുക റൂഹ് കൊടുത്തിട്ട് ഒരു മനുഷ്യരെ ജീമാ കൊണ്ടുകായ ആള് ഇല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിക വന്നിട്ട് എന്തിന് നബിയെ റൂഹു ചൊന്നെങ്കിൽ കേൾക്കുമ്പോത്തുകോ. ദുൽഖർനൈൻ ചക്രവർത്തിയുടെ ಬಗ್ಗೆ ചൊല്ലുമ്പോത്തുകോ. അസ്ഹാബുൽ കഹ്ഫിന്റെ ബാലകാരമാരുടെ ಬಗ್ಗೆ ചൊല്ലുമ്പോത്തുകോ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ മുന്നിൽ വെച്ചിട്ട് ആ മക്കത്തെ മുശ്രിക്കീങ്ങളിട്ടുക ചൊല്ലുടെ പലക്കെന്തിരെ കൊണ്ടുണ്ടാ. നാളെ ബറൂണാണ് ചൊല്ലുടെ, നാളെ വന്ന് കേക്കോറോ നിങ്ങളെ പ്രശ്നക്ക് നാണ് ഉത്തര ചൊല്ലുടെ.
സുബ്ഹാനല്ലാഹ് നബി തങ്ങൾ എന്തേ അങ്ങനെ ചൊല്ലണകുല്ല കാരണ നാണ് പ്രസംഗത്തിൽ ഏത് വിഷയം ചൊല്ലണമെങ്കിൽ പോലും അബ്ദുൽ വാസി ബാഖവി ഉസ്താദ് ചൊന്നതിനെ മേബേനെങ്കിൽ വിശദീകരിക്കാം. കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ അങ്ങനെ ഇൽമ സാധാരണ ഇൽമല്ല. സുബ്ഹാനല്ലാഹ് അങ്ങനെ ഇൽമുൽ വലിയ ബർക്കത്തുണ്ടാവണകുല്ല കാരണ ഇലാഹുടെ പേടിച്ച മഹാന്മാരിൽ നിന്ന് കിട്ടിയ ഇൽമാണ്. ഈ മൂന്ന് ചോദ്യത്തെ അല്ലാഹുവിന്റെ റസൂൽ ഒറ്റയ്ക്ക് കേൾക്കുമ്പോത്തുകോ അല്ലാഹുവിന്റെ റസൂൽ നാല് ചൊല്ലുകൊല്ല കാരണം ജിബ്രീൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊന്നു കൊടുത്തിട്ടാവണോ. മിഹ്റാജിലെ ജാവ് 5 വഖത്ത് നിസ്കാരം നിർബന്ധമായ സന്ദർഭത്തില് ഒരു ജാവുടെ നേരെ വെൽക്കുമ്പോത്തുകോ ഏലാകാശത്തപ്പുറത്തേക്ക് പോയിട്ട് അല്ലാഹുവിന്റെ കണ്ടു വന്നേ അല്ലാഹുവിന്റെ റസൂൽ 5 വഖത്ത് നിസ്കാരം നിർബന്ധമായി ചൊല്ലുമ്പോത്തുകോ അണ്ടത്തെ സുബ്ഹി നിസ്കാരത്തെ അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചില്ല. ളുഹർ നിസ്കാരം മുതലാണ് നിസ്കാരം തുടങ്ങടേ പാതിര ജാവ് അല്ലാഹുവിന്റെ കണ്ടു വന്നേ 5 വഖത്ത് നിസ്കാരത്തെ ഓശാരമായിട്ട് അല്ല കൊടുത്തപ്പോ സന്മാനമായി കൊണബന്ധ നിബിധങ്ങൾ സുബ്ഹി നിസ്കരിക്കാണ്ടി കൊണകുല്ല കാരണം ഉസ്താദ് ചൊന്തല്ലേ നിസ്കാര എങ്ങനായിട്ട് അല്ലാഹുവിന്റെ റസൂലുകു തെരിയാത്തത് കൊണ്ടു ജിബ്രീൽ വന്ന് പടിപ്പാട്ടി കൊടുക്കരുത് വരേക്കും അല്ലാഹുവിന്റെ റസൂൽ കാത്തു നിന്നിട്ട് ളുഹറുടെ സമയത്തിൽ ജിബ്രീൽ വന്ന് ചൊന്നു കൊടുത്ത മുഖാന്തരാണ് നിസ്കാരം തുടങ്ങടേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. എന്തൊരു ചൊല്ലണെങ്കിലും ജിബ്രീൽ വന്ന് ചൊന്നു കൊടുത്തിട്ടാവണു. പിറ്റാണ്ട് അല്ലാഹുവിന്റെ റസൂൽ 4 ചൊല്ലുകൊല്ല കാരണ ജിബ്രീൽ ചോദ്യത്തിന് വ്യക്തമായ മറുപടി അല്ലാഹുവിന്റെ റസൂൽ ചൊന്നു കൊടുത്തിട്ടാവത്തുകൂ. ആ മക്കത്തെ മുശ്രിക്കീങ്ങൾക്കെതിരെ വിശദീകരിച്ചു കൊടുക്കുമ്പോത്തുകൂ കൂട്ടം കൂട്ടമായി ഷഹാദത്ത് കലിമ ചൊന്ന് മുസ്ലിം ആവാറല്ലേ. അല്ലാഹുവിന്റെ റസൂലെ സ്വഹാബത്ത് കാത്തു നിൽക്കണാറ്. മക്കത്തെ മുശ്രിക്കീങ്ങൾ പിറ്റാണ്ട് ചൊമ്മാളുമാറു കൂട്ടത്തോടെ വേണ്ടേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഈ ചോദ്യത്തെ മറുപടി ഉത്തര കേൾക്കുമ്പോത്തുകൂ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലണുകാവില്ല. അതിനെ പിറ്റാണ്ട് പറയുമ്പോത്തുകും അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുക തരില്ല. സുബ്ഹാനല്ലാഹ് 15 നാൾ വരേക്കും അല്ലാഹുവിന്റെ റസൂൽ ഉത്തര ചൊല്ലുകാവില്ല. ഈ ലോകത്തെ പടക്കണുക കാരണമായ അല്ലാഹുവിന്റെ റസൂൽ 4 ചൊല്ലുടെ ചൊന്ന പ്രശ്നയുടെ ഉത്തര ചൊല്ലുക 15 നാളിൽ ഉണ്ടാവില്ല. ഇടീ മക്കത്തുള്ള മുശ്രിക്കീങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ വേണ്ടാത്തത് ചൊന്ന് ആഘോഷിക്കുമ്പോത്തുകൂ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്ത് പോലും ബേജാർ അനുഭവിക്കുമ്പോത്തുകൂ അല്ലാഹുവിന്റെ റസൂൽ പോലും കണ്ണിട തന്നെ എടുക്കുമ്പോത്തുകൂ 15 നാളിലുണ്ട് അല്ലാഹുവിന്റെ റസൂൽ മറുപടിയില്ല. സുബ്ഹാനല്ലാഹ് എന്നാണ് അതല്ല ചൊന്നേ മുസ്ലിം. ഈ സമുദായത്തിൽ ഒരു 4 നടുലു അങ്ങനെ ഇസ്സത്ത് പോണ്ടു ചൊല്ലുമ്പോത്തുകൂ ഈ സമുദായത്തിൽ ഒരു 4 നടുലു തലതാത്തനായി ബണ്ട് കണ്ട് കാണുമ്പോത്തുകൂ ഈ സമുദായത്തിൽ ഈ പെട രംഗക്ക് പോലും വിലയില്ലാത്ത കനിക്കത്തെ എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങൾ വരുമ്പോത്തുകൂ ആ പരീക്ഷണത്തെ മുന്നിലു തലതാത്തിന്റെ മുസ്ലിം അല്ലാഹുവിന്റെ റസൂൽ ഉത്തര ചൊല്ലുകാവാത്തത് 15 നാളാണ്. മക്കത്തെ മുശ്രിക്കീങ്ങൾ എന്തെല്ലാം ചൊന്നിട്ട് അല്ലാഹുവിന്റെ റസൂലെ വേണ്ടാത്ത ചൊന്ന് ആക്ഷേപിക്കുമ്പോത്തുകൂ അല്ലാഹുവിന്റെ റസൂൽ ഒട്ടിക 15ാമത്തെ നാള് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ വന്നു ചൊല്ലുടു യാ റസൂലല്ലാഹ് റൂഹു ചൊന്നിങ്ങ് എന്തിനേട്ട് ചൊല്ലോരു നബിയേ. ആരാണ് ദുൽഖർനൈനിന്റെ ചൊന്നു കൊടുക്കോരു നബിയേ. അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ച് വിശദീകരിക്കോരു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ പിടിച്ചു കേക്കിട് യാ ജിബ്രീൽ എന്റെ ജിബ്രീലേ നിങ്ങൾ എന്റെ കൈപൊട്ടിയത് എന്റെ ജിബ്രീലേ നാണിങ്ങനെ ബേജാറാകുമ്പോഴത്തേക്കും എന്റെ മുട്ട വരാത്തത്. അല്ലാഹുവിന്റെ റസൂൽ ഓരോ നാളും ആകാശം നോക്കി നിൽക്കിട് ജിബ്രീൽ പണ്ട് എന്റെ കൈപൊടില്ല. മക്കത്തെ മുശ്രിക്കീങ്ങളെ മുന്നിൽ എന്റെ സോക്കണുക പൊടാല 15 നാളിലുണ്ട് ജിബ്രീൽ വരാത്ത കാരണം അല്ലാഹുവിന്റെ റസൂൽ ഇട്ടിക ജിബ്രീൽ ചൊല്ലുടു വലാ തഖൂലന്ന ലിശൈ ഇന്നി ഫായിലുൻ ദാലിക ഗദാ ഇല്ലാ അൻ യശാ അല്ലാഹ്. നബിയെ ഏതൊരു വിഷയം ചൊല്ലുമ്പോഴത്തേക്ക് പോലും എന്തൊരു
ചൊല്ലുതരെ ചൊല്ലുടെങ്കിൽ പോലും 4 നാണാക്കിട 4 നാണ് തണ്ട 4 നാണ് കൊടുക്കുട 4 കിട്ടര 4 തുടങ്ങിട ഏതൊരു വിഷയം ചൊല്ലുമ്പോത്തുക പോലും 4 മാ പിന്നെ മാട് ചൊല്ലുമ്പോത്തുകു ഇൻഷാ അല്ലാ അതുകൂടി ചൊല്ലാണ്ടൊരു പലകവും വേണ്ട നബിയേ. അല്ലാഹുവിന്റെ റസൂൽ 4 ചൊല്ലുടാണ്ട് മുശ്രിക്കീങ്ങരട്ടിക ചൊല്ലുമ്പോത്തുകു ഇൻഷാ അല്ലാ ചൊല്ലതിരെ അല്ലാഹുവിന്റെ റസൂൽ കൂട്ടാത്തതുകൊണ്ട് അല്ലാഹുവിന്റെ പരീക്ഷണമാണ് നബിയേ. സുബ്ഹാനല്ലാഹ്. ആറുകാണ് നിന്റെ ഈമാനുള്ളങ്ങനെ അല്ലാഹു പരീക്ഷണത്തെ കൊടുത്തത്. അല്ലാഹുവിന്റെ റസൂൽ ഇൻഷാ അല്ലാ മറന്നുപോയ അങ്ങനെ പോലെ ആയതുകൊണ്ട്, അഥവാ ഇൻഷാ അല്ലാഹത്തെ ബല അല്ലാഹുവിന്റെ റസൂലുകു ഗൊന്തില്ലാത്തതുകൊണ്ട്, അഥവാ ഇൻഷാ അല്ലാ ചൊല്ലുക മീത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ വേറെന്തെങ്കിലും ബിയാറ് വന്ന് മറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് നിസ്കരിക്കുമ്പോ നിസ്കാരത്തെ റക്അത്ത് പോലും തപ്പിപ്പോണ്ട രൂപത്തിലുള്ള ഓർമ്മയല്ലേ. നിസ്കാരത്തിൽ പോലും വേണ്ടാത്ത ബിയാറ് പണ്ട തരത്തിലുള്ള മനസ്സല്ലേ ഏതെങ്കിലും എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനത്തെ പരീക്ഷണ അല്ലാഹു കൊടുക്കണുള്ള കാരണ ഈ സമുദായത്തിൽ അത് പഠിപ്പാട്ടുകു വേണ്ടിയാണ്. ഏത് പരീക്ഷണത്തെ മുന്നിലും ഈമാൻ കൊണ്ട് പിടിച്ചു നിൽക്കണു ഒരു മുഅ്മിനായ മനുഷ്യനുക്ക് തീരണു. എങ്ങനത്തെ ബലാഅത്തിനെയും തടയണു ഒരു ഈമാനുള്ള മനുഷ്യനുക്ക് തീരണു. അതേ അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ മഹാന്മാർ ഒരു കാരണത്തില് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ദുആക്കിട് അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അല്ലാഹുവിന്റെ ദുആക്കുമ്പോഴേക്കു ആമീൻ ചൊല്ലുടെ ഹാറൂൻ നബിയാണ്. ഒരു നബി ദുആക്കുമ്പോഴേക്കു സഹോദരനായ പിന്നൊരു നബി ആമീൻ ചൊല്ലുടു. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടെ സ്വഹാബ അല്ലാഹ് മൂസാ നബിയുടെ ദുആക്ക് ഉത്തര കൊടുത്തര എപ്പ ഗൊന്തുണ്ട് സ്വഹാബ. അല്ലാഹുവിന്റെ നബിയായ മൂസാ നബി അല്ലാഹുവിനൊട്ടിക കൈവത്താക്കി ദുആക്കുമ്പോഴേക്കു ഹാറൂൻ നബി മൂസാ നബിയുടെ ദുആക്ക് ആമീൻ ചൊല്ലുമ്പോഴേക്കു അല്ലാഹ് മൂസാ നബിയുടെ ദുആക്ക് ഉത്തര കൊടുത്തത് 40 വർഷം കഴിഞ്ഞിട്ടാണ് പെണ്ണുങ്ങളെ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഒരു നബിയുടെ ദുആക്ക് അല്ലാഹ് ഉത്തര കൊടുക്കുമ്പോൾ 40 വർഷം പിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് അല്ലാഹുവിനൊട്ടിക കേൾക്കുമ്പോഴേക്കു എന്തെങ്കിലും ഒന്ന് അല്ലാഹുവിനൊട്ടിക തേടുമ്പോഴേക്കു മഹാന്മാരെ സന്നിധിക്ക് വന്ന് അല്ലാഹുവിന്റെ റഹ്മത്തിക്ക് വേണ്ടി കൈനീട്ടുമ്പോഴേക്കു നിരാശയാവണ്ട മുസ്ലിം. ഏത് പരീക്ഷണത്തെ മുന്നിലും തളർന്നു പോണു തീരാ. അല്ലാഹുവിന്റെ നബി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ദുആക്ക് 40 വർഷം കഴിഞ്ഞിട്ട് അല്ലാഹു ഉത്തര കൊടുത്തേ. ആമീൻ ചൊല്ലേ. ഞങ്ങൾക്ക് എനിക്ക് ഏതെങ്കിലും ഗീബത്ത് ചൊല്ലേ നമീമത്ത് ചൊല്ലേ ആട്ടുപോട്ടാള മൂസാ നബിയുടെ യലൗന ഹാറൂൻ നബി ആമീൻ ചൊല്ലേ. ആ ദുആക്ക് അല്ലാഹു ഉത്തര കൊടുക്കുന്ന 40 വർഷം കഴിഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞങ്ങളുടെ ദുആ ഞങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടല്ലേ. ഞങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ സൂത്തയോടെ കൊണ്ടുണ്ട ഞങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾ ഈമാൻ നഷ്ടപ്പെട്ടു പോണുകൊല്ല കാരണം എന്തിനെ കൊണ്ടുണ്ട ഞങ്ങൾക്ക് അദബ് കുറഞ്ഞു പോയി. അദബ് എന്തിനെ കൊണ്ടുണ്ട അല്ലാഹു ആദരിച്ച എല്ലാത്തെയും അങ്ങേയറ്റത്തെ ആദരവ് കൊണ്ട് ബഹുമാനം കൊണ്ട് കാണണോ ചൊല്ലേ. ആ ബഹുമാനം ഞങ്ങൾക്കുണ്ട്. അത് എല്ലാ വിഷയത്തെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ദർസ് നടത്തിയ കനിക്കത്തെ ജാഗ രണ്ടാമത്തെ ഇമാം ഷാഫിഈന്റെ അറിയപ്പെട്ട മഹാൻ ഇമാം നവവി റളിയല്ലാഹു അൻഹു ദർസ് നടത്തുമ്പോൾ ദെച്ച ജാഗയുണ്ടല്ലേ. ആ ജാഗ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പോയിട്ട് കെപ്പടെ ഇങ്ങനെ പൂഞ്ഞിട്ട് ബുൽപുട്രോല ഇമാം നവവി തങ്ങളെ കാലത്തെറ്റിയ ജാഗയുടെ ബർക്കത്തിനൊക്കെ കിട്ടട്ടെ. അല്ലാഹു സ്നേഹിച്ച ഒരു സ്വാലിഹായ ഒരു മനുഷ്യൻ കാല് വെച്ച് ദെച്ച ജാഗയുടെ പോലും കെപ്പ വെച്ചിട്ട് പിന്നൊരു വലിയായ മഹാനായ ഇമാമായ അല്ലാഹുടെ പേടിച്ച തഖ്വയുള്ള ഒരു മനുഷ്യൻ ഒരു ആലിമോ അങ്ങനെ ബഹുമാനത്തെ എടുത്തിട്ടുണ്ട് കണ്ടെങ്കിൽ ഞാനും നിങ്ങൾ എങ്ങനെ മഹാന്മാരെ സ്നേഹിക്കണം ആദരിക്കണം ആലോചനയാക്കി നോക്കൂ. സ്വാലിഹീകളാണ്. ആ ആദരവ് ആ ബഹുമാനം ഇന്ന് നഷ്ടപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ് അല്ലേ. അബ്ദുൽ വാസി ബാഖവി ഉസ്താദ് ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു കിടാവ് അല്ലേ ಬೇರೆ ಬೇರೆ ರಾಯತ್ತಲ್ಲಿ ಬೇರೆ ಬೇರೆ ಭಾಷೆ ರಂಗ ಬೇರೆ ಬೇರೆ ಜಾತಿ ರಂಗ ಅಂಗಾರಾಧಿಕಡೆ ಇಲಾಹಿಗೆ ಅಥವಾ ವಿಗ್ರಹಕ್ಕೆ ಅಂಗಲೆ ದೈವತ್ತಿಗೆ ಬೇರೆ 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 ಪೇರುಂಟು.
തമിഴ്നാട്ടില് അങ്ങ് ആരാധിക്കുന്ന ദൈവത്തുള്ള പേര് വേറെ, കർണാടകത്തിലുള്ള പേര് വേറെ, മലയാളികളുടെ പേര് വേറെ, അപ്പർ ആന്ധ്രാപ്രദേശത്ത് പോയി അങ്ങനെ ഒരു പേര് വേറെ, ഇനി ഗൾഫ് കൺട്രിക്ക് പോയി അങ്ങ് ചൊല്ലത് വേറെ, അമേരിക്കത്തേക്ക് പോയി അങ്ങ് ചൊല്ലത് വേറെ. എങ്കിൽ ആദം നബി അലൈഹിസ്സലാമിടെ പിടിച്ചിട്ട് ലോകം അവസാനിക്കുന്നത് വരേക്കുമുള്ള മുസ്ലിമീങ്ങൾ ചൊല്ലിയ ഒരേ ഒരു പേര് അല്ലാഹ്. ഈ അല്ലാഹു ചൊല്ലിയ പേര് ഒരു കിടാവുടെ പെത്തപ്പ കിടാവുടെ കാത് ഒന്നാമത് കേൾക്കണോ ആ പേരായിട്ട് അതല്ലേ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. കിടാവുടെ കാതുക ബാങ്ക് കൊടുക്കണേ, പെത്തപ്പ ഒരു കിടാവുടെ കാത് ഒന്നാമത് കേൾക്കുന്ന ശബ്ദം അല്ലാഹു ചൊല്ലതായിട്ടിക്കോണം. ഈ ഇത്ര വലിയ ഒരു സന്ദേശം ഒരു കിടാവ് ദുനിയാവുക വന്നപ്പോ ഒന്നാമത് ആ കിടാവുടെ കാതുക അല്ലാഹു ചൊല്ലിയ ശബ്ദം കേപ്പാട്ടണോ ചൊല്ലുമ്പോ എത്തരമോ കാലത്ത് രണ്ട് പാരമ്പര്യമായിട്ട് വന്ന കനിക്കത്തെ ഈ ഒരു നടപടി ഇതിനെ ഈ അടുത്ത കാലത്തിൽ ഒരു കിടാവുടെ കാത് ഒന്നാമത് അല്ലാഹു ചൊല്ലിയ പേര് കേപ്പാട്ടെടുത്ത് അനാചാരായിട്ടിക്കിട് അത് പാടില്ലാത്തത് ചൊന്ന ആളുമാർ ആറ് ഞങ്ങൾ ഗൊത്തുണ്ട്. വഹാബികളാണ് ചൊന്നെ അല്ലാഹുടെ പേരൊരു കിടാവുടെ കാതുക ബാങ്ക് കൊടുക്കുന്നത് അനാചാര, അത് ഇസ്ലാമുൽ സുന്നത്തില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തടിസ്ഥാനത്തെ പേരിലാണെങ്കിലും പാരമ്പര്യമായിട്ട് വന്നേ അല്ലാഹുടെ റസൂല് പഠിപ്പാടിയ ദീന മനസ്സിലാക്കിയ സ്വാലിഹീങ്ങൾ, ഔലിയാക്കന്മാർ, ഇമാമീങ്ങൾ ഞങ്ങൾക്ക് കാട്ടി തന്നെ കനിക്കെത്തിത്തരും. ആ ഒരു മാതൃകത്തിൽ നിന്ന് ആളുമാരെ തെരുതപ്പാട്ടണക്ക് വേണ്ടി ഒരു വിഭാഗം ഇങ്ങനെ ചൊല്ലണമെങ്കിൽ ആ ചൊല്ലണകൊല്ല കാരണം അങ്ങ് അല്ലാഹുടെ ആദരിക്കടെ ആദരവ് അഥവാ അല്ലാഹ് ആദരിച്ചതിരെ ആദരിക്കുന്ന വിഷയത്തിൽ അങ്ങനെ ഭാഗത്തിൽ വന്ന യാരകൊരുടിയാണ് ലോകത്തെ നേതാവായ അല്ലാഹുടെ റസൂൽ. അല്ലാഹുടെ റസൂൽ എത്ര ബഹുമാനമുണ്ട് ഈമാനുള്ളങ്ങള്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിക ഹുനൈൻ യുദ്ധം കഴിഞ്ഞ ഗനീമത്ത് സ്വത്തരെ അല്ലാഹുടെ റസൂൽ ഓദിയാക്കി കൊടുക്കുമ്പോ തുകൂ സ്വഹാബത്തെ അല്ലാഹുടെ റസൂൽ ഓദിയാക്കി കൊടുക്കുമ്പോ തുകൂ തമീമി ചൊല്ലിയ ഒരു മനുഷ്യൻ വന്ന് അല്ലാഹുടെ റസൂൽ ഇട്ടുക ചൊല്ലൂടെ, ഓ മുഹമ്മദേ അന്യായ കണ്ട മുഹമ്മദ്. അല്ലാഹുടെ റസൂലിന്റെ കൂടെയുള്ള സ്വഹാബിയെ വിശ്വസിച്ച കനിക്കത്തെ ഒരാള് സ്വഹാബത്തിന്റെ നടുലുള്ള ഒരു മനുഷ്യന് ചൊല്ലൂടെ, നീതി പാലിക്കണു നബിയേ, നിങ്ങ അന്യായാക്കിക്കൊണ്ടുള്ള നബിയേ, നിങ്ങ ന്യായമായ തെരുടെതിരെ ഓതിയാക്കണോ ചൊല്ലുമ്പോ തുകൂ അല്ലാഹുടെ റസൂല് ചൊല്ലു എന്തൊരു നാശമാണ്. അല്ലാഹുടെ റസൂല് നീതി പാലിച്ചില്ലെങ്കിൽ, അല്ലാഹ് നീതി പാലിച്ചില്ലെങ്കിൽ, അല്ലാഹുടെ റസൂലും അല്ലാഹും ന്യായത്തെ തെരുളല്ലെങ്കിൽ പിന്നെ നീതി പാലിക്കൊടുകാറുണ്ട് മനുഷ്യ. അല്ലാഹുടെ റസൂലൊട്ടിಗೆ അപമര്യാദയിൽ പെരുമാറുമ്പോ തുകൂ അല്ലാഹുടെ റസൂല് അന്യായാക്കടെ ആളുണ്ട് ഒരാള് ചൊല്ലുമ്പോ തുകൂ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പാരിട്ട് എഞ്ചി നിன்று ചൊല്ലുടോ, യാ റസൂലല്ലാഹ് ഈ മുനാഫിഖുടെ നാണ് കൊല്ലുടെ നബിയേ, തന്റെ റസൂല് അന്യായാക്കടുണ്ട് ചൊല്ലുടെ ആളിന് ദുനിയാവില് ജീവിക്കണ്ട. തന്റെ റസൂലിന്റെ ಬಗ್ಗೆ വേണ്ടാത്ത ഒരു വിശ്വാസമുള്ള ഒരാള്, തന്റെ റസൂലിന്റെ ಬಗ್ಗೆ വേണ്ടാത്ത വിശ്വാസമുള്ള ഒരു കപട വിശ്വാസി ഒരു മുസ്ലിമോ ചൊന്നു നടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലേ നബിയേ, അവനിന് ജീവിക്കണ്ട നബിയേ. അല്ലാഹുടെ റസൂല് ചൊല്ലുടോ, വേണ്ട ഉമർ, അയാളെ മീത് നിങ്ങൾ കൊന്നാറിട്ട് കണ്ടെങ്കിൽ കപട വിശ്വാസിയായ ഈ മനുഷ്യരെ അല്ലാഹുടെ റസൂല് അന്യായാക്കിടേട്ട് വിശ്വസിച്ച കനിക്കത്തെ ഇയാളെ നിങ്ങൾ മീത് കൊന്നെങ്കിൽ പിൻകാലത്തിൽ ആളുമാറ് ചൊന്നു നടക്കുവാറ് മുഹമ്മദ് നബി അയാളെ കൂടെ ഇന്നങ്ങളമേ കൊല്ലുപാട്ടിര്, മുഹമ്മദ് നബി അയാളെ കൂടെ ഇന്നങ്ങളമേ സ്വഹാബത്തിലൊട്ടിಗೆ കൊല്ലുപാട്ടിരണ്ട് ചൊന്നു നടക്കുവാറ്. അതുകൊണ്ട് അയാളെ കൊല്ലണ്ട ഉമർ. പക്ഷേ സ്വഹാബ നിങ്ങൾ ഒരു കാര്യത്തെ നെനപ്പുപയോഗിക്കണോ, ഈ മനുഷ്യരുടെ പാരമ്പര്യത്തില് ഈമാന് ശരിയാവാത്ത ഈ മനുഷ്യരെ പാരമ്പര്യത്തില് അല്ലാഹുടെ റസൂലിട്ടുകൊല്ല വിശ്വാസം ശരിയാവാത്ത ഈ മനുഷ്യരെ പാരമ്പര്യത്തില് അല്ലാഹുടെ റസൂലിട്ടുകൊല്ല ബഹുമാനക്കത്തെ കാത്തു സൂക്ഷിക്കൊണ്ടാവാത്ത ഈ മുനാഫിക്കായ മനുഷ്യന്റെ പാരമ്പര്യത്തിലൊരു വിഭാഗം ഭരണകൊണ്ടു അങ്ങ് ധാരാളം ഖുർആൻ ഓതുറാറ്, അങ്ങ് ഹദീസ് ചൊല്ലുടാറ്, എല്ലാ കാര്യം അങ്ങനെ ഒട്ടിക്ക് നിങ്ങൾക്ക് കാണൂ. പക്ഷേ
പക്ഷേ തൊണ്ടര ഗുലിരക്കാണ് കീലുക അല്ലാഹുവിന്റെ ഖുർആൻ ഇറങ്ങില്ല. അങ്ങനെ നാവുല് മാത്രം ഖുർആനുണ്ട് സ്വഹാബ. അങ്ങ് ഓരോ നാളും അല്ലാഹുവിന്റെ ദീനിനെ തെരിച്ചോണ്ട് പോണ്ടാറ്. ഓരോ നാളും ഇണ്ടത്തെ കാണയാറ നാള്, നാളത്തെ കാണയാറ നാളക്കലി. ഇങ്ങനെ ഖിയാമത്ത് നാള് വരേക്കും ഈമാൻ നഷ്ടപ്പെട്ടു പോയത് വരേക്കും അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് ദൂര 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 ആവിടാറ് സ്വഹാബ. അങ്ങനെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം സ്വഹാബ. ആഖിറു സമാനിൽ ഈമാൻ നഷ്ടപ്പെടുത്തുന്നതിനു വേണ്ടി ഒരു വിഭാഗം ആളുമാർ ഏത് സമയത്തിലും ഞങ്ങളെ പിറകെ നടക്കുമ്പോഴത്തേക്കു ഈമാൻ നഷ്ടപ്പെടുത്തിരണ്ട മുസ്ലിം അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളെ ആദരിക്കണോ, അല്ലാഹ് ആദരിച്ചങ്ങൾ ആദരിക്കണോ, അല്ലാഹുവിന്റെ റസൂലുകളുടെ വിശ്വാസം ശരിയാവണോ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ ഭാഗത്തിൽ തപ്പു പറയാല, അല്ലാഹുവിന്റെ നബിമാരുടെ ഭാഗത്തിൽ തപ്പു പറയാല, ഔലിയാക്കന്മാരുടെ ഭാഗത്തിൽ എത്ര വില സൂക്ഷ്മതയുള്ള മഹാനാണെങ്കിൽ പോലും അകലെ ഭാഗത്തിൽ തപ്പു പറഞ്ഞു തീരാണ്ട് എന്തുമില്ല. പക്ഷെ അല്ലാഹുവിന്റെ പ്രവാചകന്മാർ അങ്ങനെയല്ല, അങ്ങനെ ഭാഗത്തിൽ തപ്പു പണ്ഡിതിൽ നിന്ന് അല്ലാഹു കാത്തു സൂക്ഷിച്ചിറ. മഅസൂമീങ്ങളാണങ്ങ, ഇസ്മത്ത് അഹ്ലുകാരാണങ്ങ. അല്ലാഹുവിന്റെ നബിമാർ മീത് തപ്പാക്കിടാറുണ്ട് ഒരാള് വിചാരിച്ചെങ്കിൽ അവന്റെ ഈമാൻ ശരിയല്ല. അല്ലാഹുവിന്റെ റസൂൽ തങ്ങളെ പോലത്തെ സാധാരണ മനുഷ്യന്റെ ഒരാള് വിചാരിച്ചെങ്കിൽ അവന്റെ ഈമാൻ ശരിയല്ല. അങ്ങനത്തെ ആളെ പിൻപറ്റണോ ശരിയായ മുസ്ലിം അല്ല. അങ്ങനത്തെ തുടർന്ന് നിസ്കരിക്കണോ ശരിയായ സുന്നത്ത് ജമാഅത്ത് അഹ്ലുകാരനല്ല. ഈമാനുള്ളങ്ങള് അല്ലാഹുവിന്റെ റസൂൽ അന്യായാക്കടെ ആളുണ്ട് വിശ്വസിച്ച മനുഷ്യന്റെ പാരമ്പര്യമാണ്. ഖിയാമത്ത് നാൾ വരേക്കും എല്ലാ ഖൈറായ കാര്യത്തെ മനുഷ്യന്മാർക്ക് ഓരോന്ന് ഓരോന്ന് തടയിടേ. എത്ര ഖൈറായ കാര്യങ്ങള് അല്ലേ. ഒരു മരണപ്പെട്ടു പോയ ഒരു മനുഷ്യല്ല മയ്യത്തുല്ലൗതുലു, ഒരു മയ്യത്തുല്ലൗതുലു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടു ഇദാ ഹദറതുൽ മരീദ് അബിൽ മയ്യിതാ ഫഖൂലു ഖൈറാ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. സ്വഹാബാ, നിങ്ങൾ ഒരു രോഗിയെ സന്ദർശിക്കുക പോയെങ്കിൽ അത് എത്ര ചെറിയ രോഗിയാവട്ടെ, ചെറിയ ഒരു പണി വന്നിരേ, അഥവാ ഒരു കണ്ണു നൊമ്പലാ ചൊന്ന ഉത്തവുലുകൊണ്ട്, അഥവാ വേറെന്തെങ്കിലും നിസ്സാരമായ ഒരു ഉഷാറില്ലാത്തതേ ആവട്ടെ, അഥവാ എത്ര വലിയ മാരകമായ രോഗത്തിൽ കിടത്തത്തിൽ അയാളാവട്ടെ, ആളെ സന്ദർശിക്കൽ സുന്നത്താൻ. അങ്ങനെ രോഗിയായ ഒരാളെ കാണുക പോയെങ്കിൽ എന്താക്കണം? അവിടെ പോയിട്ട് വിഷയാക്രമ. അതല്ലെങ്കിൽ ഒരാൾ മറിച്ചിട്ട് മയ്യത്തായി കിടന്ന അവർ ഔത്തുക പോയെങ്കിൽ എന്താക്കും? ഇണ്ട് സുബ്ഹാനല്ലാഹ്, ചൊമ്മ ജാഗൽ കാണ്ട് മയ്യത്തുല്ലൗത്തുൽ ബേരെന്തല്ല രാജകീയത്തെ വിഷയ ചർച്ച. അവിടെ വോട്ടർ ടൈം ഉണ്ട് കണ്ടെങ്കിൽ മയ്യത്ത് നോക്ക പോയോടെ മയ്യത്തോടെ കിടന്നിട്ട് ഒരു സൈഡിലെ മുത്താലിമിങ്ങ ഓതിയോണ്ടിക്കിടാറ്, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന യാസീൻ ഓതി ദുവർന്നോട്ടിക്കിടാറ്. പുറത്തിൽ ഗംഭീര ചർച്ച. എന്താവൂല, എങ്ങനെ ബറു, അവിടെ എന്തിനാവും, ആ ക്ഷേത്രത്തിൽ എന്താവും, ഈ ക്ഷേത്രത്തിൽ എന്താവും, ഈ നിലക്കുള്ള ചർച്ച. ഇതിനിടെ കുറുമൂത്ത് ഒരാൾ മരിച്ചവിടെ പോയപ്പ, ഒരാൾ മരിച്ചവിടെ പോയ ആ മരിച്ചാളിലെ ഏറ്റവും അടുത്ത കുടുംബത്തിൽപ്പെട്ട ഒരാൾ പറത്ത് നീണ്ടിട്ട് തമാശ ചൊന്ന് ചിരിച്ചോണ്ടുണ്ട് ഉള്ളുക യാസീനോ ഇത് തുറന്നോട്ടിക്കോ. അടുത്ത കുടുംബത്തെ ഒരാൾ റായം പേര് ചൊല്ലൂല്ലേ. ഒരു പക്ഷെ വാഴ കേൾക്കണമെങ്കിൽ ആള് ചിലപ്പോൾ ബിഹാര വരും നന്റെ മീമിത്ത് ചൊന്നരമാണ്, അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരുടെ ഭാഗത്തോടും ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിട്ട് ഞങ്ങൾ ഞങ്ങൾ ബിഹാര വരും ഇത് നന്റെ മീമിത്ത് ചൊല്ലമാണ്. എന്ത് വേണമെങ്കിൽ ആവട്ടെ, ആ പ്രവർത്തി ഞങ്ങൾ തിദ്ദുണക്ക് വേണ്ടി ചൊല്ലു. മറിച്ചൗത്തുలు ചിരിക്കൊണ്ടു സാധ്യവിടെ ഒരു മുന്നിൽ പല കാലത്ത് നിങ്ങൾ നോക്കോറുള്ള ഒരു റായത്തിൽ ഒരാൾ മരണപ്പെട്ടു പോയെങ്കിൽ അവസ്ഥ എങ്ങനെയാണ്? ഞങ്ങളെ റായത്തിൽ ഒരാൾ മറിച്ചിര ചൊല്ലുക, ഇടീ റായത്തിലെ അതൊരു വലിയ ഒരു വിഷയ മരിപ്പൂശുള്ളതൊരു നിസ്സാരമായി പോയി. ഒരു മനുഷ്യൻ നല്ലവണുക ഏറ്റവും വലിയ ഉപദേശ വഴുതന്തിരകൊണ്ടുണ്ട മരണത്തെ ಬಗ್ಗೆ ചിന്തിക്കാൻ. ഒരാൾ നല്ലവണുക ഏറ്റവും വലിയ തേരു അവನು മരിക്കടത്തെ ಬಗ್ಗೆ ചിന്തിക്കണം.
അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊന്ന സ്വഹാബ നിങ്ങൾ ഖബർ സന്ദർശിക്കോറു അത് നിങ്ങൾക്ക് ആഖിറത്തെ ഓർമ്മയാക്കുവാട്ട് നിങ്ങൾക്ക് മരണത്തെ ആക്കുവാട്ട് നിങ്ങൾ എതിരിൽ പോയി നിൽക്കുമ്പോഴത്തേക്ക് നോക്കോറു നിങ്ങളെ കാണ മുന്നൊരു പള്ളി ഭരിച്ച ആളുമാറ് നിങ്ങളെ കാണ മുന്നൊരു വഅദ് ചൊന്ന ആളുമാറ് നിങ്ങളെ കാണ മുന്നൊരു ഈ ഉറൂസുക്ക് സഹായിച്ച ആളുമാറ് എന്റെ നിശ്ചലമായി കിടന്നിട്ടുള്ളാറ് അവിടെ പോയി നിന്റെ ആലോചന ആക്കുമ്പോഴത്തേക്ക് അല്ലാഹ് നാണും ഇതേ കണിക്ക് വന്ന് കിടക്കുന്നായോണല്ലേ നിങ്ങൾക്ക് ആ മരണത്തെ ഓർമ്മയാക്കുവാട്ട് അതുകൊണ്ട് നിങ്ങൾ ഖബർ സന്ദർശിക്കോറുട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊന്നു. പക്ഷെ ഞങ്ങൾ ഖബർ സന്ദർശിക്കരുത്. ആ ഖബറിന്റെ മുട്ട പോകുമ്പോ സ്വഹാബത്ത് പേടിച്ചോ ഇന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചില്ലാരുടെ സ്വഹാബിയല്ല. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു എല്ലാ നബിമാർക്കും സ്വർഗ്ഗത്തിൽ ഓരോ ചങ്ങായി മാറിക്കിടാറ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഓരോ ചങ്ങായി മാറിക്കിടാറ്. നന്റെ ചങ്ങായി സ്വർഗ്ഗത്തിൽ നന്റെ മർമോനു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചില്ലാരുടെ സ്വഹാബിയല്ല. വഫാത്താവിടെ മുന്നൽ തണ്ട് പോലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഷഹീദായതാണ്. ഒരു ദുൽഹിജ്ജ 2 സുന്നത്ത് നോമ്പെടുത്തിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതുമ്പത്തുകു കപട വിശ്വാസികളായ ചില ആളുമാർ വന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുടെ ബയത്തക്ക് ചാക്കിടുണുക പറഞ്ഞ കൊല്ലൊക പറഞ്ഞ ആൾമാരിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചൊല്ലു ഉസ്മാനുക മരണത്തെ പേടിയില്ല. ഉസ്മാനുക മരണത്തെ പേടിയില്ല. ഇന്നലെ ജാബുകും ഞാൻ അല്ലാഹുവിന്റെ റസൂലെ കിനാബു കണ്ടരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നണ്ടിട്ടിക ചൊന്നൂറു ഉസ്മാനെ തുഫ്തിറു ഇൻദനൽ യൗം നാളെ നിങ്ങൾ നോമ്പ് തുറക്കരെ നന്റെ കൂടെയാണ്. വഫാത്താവിടെ മുന്നത്തെ ജാബുക പോലും അല്ലാഹുവിന്റെ റസൂലെ കിനാബുൽ കണ്ട മഹാൻ വലിയ ഒരു ചതിലും വഞ്ചനയിൽ പെട്ടിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുടെ ക്രൂരമായിട്ട് വഞ്ചനയാക്കിയിട്ട് കൊന്നതാണ്. അധികാരത്തെ ദാഹത്തില് അധികാരത്തെ ആശല് ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുടെ അധികാരത്തിൽ നിന്ന് രാജിവെക്കണോ ചൊന്നിട്ടു അവസാനം അത് കൊല ചെയ്യിടത് വരേക്കും എത്തിപ്പോയിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതുമ്പത്തുകാണ് വന്ന് ഭയത്തുക ചാക്കിടരുത്. സുബ്ഹാനല്ലാഹ് മുസ്ഹാഫ് പോലും ചോര ധരിച്ചു പോണ്ടു. ഏത് അല്ലതാണെങ്കിലും ചോര നജസല്ലേ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ പലപ്പോഴും ഒരേ ഒരു റക്അത്തിൽ ഖതം തീർത്ത മഹാനാണ്. പരിശുദ്ധ റമദാൻ 29 നാള് നോമ്പ് പിടിച്ചനങ്ങ പലർക്കും ഖുർആന്റെ ഒരേ ഒരു ഖത തീർക്കൊണ്ട ആയിട്ടില്ല ഉമ്മ. പരിശുദ്ധ റമദാനില് ഒരു ഖത ഓതി തീർക്കണോ ചൊന്നിട്ടു റമദാന്റെ 1ാമത്തെ നാളില് തുടങ്ങിയ പല ആളുമാർക്കും റമദാനിലെ ഖത തീർന്നില്ല. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പിരസത്തെ സ്വഹാബിയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പാതിര ജാബുള്ള തഹജ്ജുദ് നിസ്കാരത്തെ ഒരേ ഒരു റക്അത്തില് ജീവിതത്തിൽ പലപ്പോഴും ഖതം തീർത്ത് നിസ്കരിച്ച മഹാനാണ്. അവസാനം ഖുർആൻ ഓതുമ്പോൾ കൊല്ലപ്പെട്ട് ഷഹീദാവുടു ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറടക്കപ്പെട്ട ജാഗക്ക് പോയിട്ട് മയ്യത്ത് മറമാടിയ അവസ്ഥ കാണുമ്പോത്തുകു അഥവാ മറവ് ചെയ്യപ്പെട്ട മയ്യത്തിന് മേൽ വെച്ച കല്ലും അടയാളം ഇങ്ങനെ കാണുമ്പോത്തുകു അതിനെ വല്ലാണ്ട് പിയരിച്ചിട്ട് ഹബർ തപ്പി പോണ്ടു. സുബ്ഹാനല്ലാഹ് മുസ്ലിമേ അല്ലാഹുവിന്റെ പേടിയുള്ള സ്വാലിഹായ മനുഷ്യന് നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിക്ക് പോലും വിചാരണയില്ലാണ്ട് കടക്കടെ മഹാനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പോലും അവർ തപ്പിയ കണികത്തെ ഖബർസ്ഥാനത്തിൽ ഇണ്ട് നാണും നിങ്ങൾ ക്ലീൻ ആക്കുന്നതിന്റെ പേരില് അഥവാ സ്വയം സേവകരായിട്ട് എന്തെങ്കിലും ഖബറിന്റെ ഭാഗത്തിലൊരു പണിയെടുത്തതിന്റെ പേരിൽ ആ ജാഗില് നിന്റെ ഫോട്ടോ എടുക്കണു ധൈര്യമുണ്ടല്ലേ. എന്ത് ഈമാനാണ് മുസ്ലിമേ. ഏത് സംഘടനയുടെ ആളുമാരാണെങ്കിൽ പോലും ഏത് സ്വയം സേവകരാണെങ്കിൽ പോലും ഖബർസ്ഥാനത്തേക്ക് പോകുമ്പോൾ ഈമാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ് അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നത് നിങ്ങൾ ഒരു മരണപ്പെട്ടു പോയ ഔത്തുകോ ഒരു മയ്യത്തിനെ കിടപ്പാട്ടിലുള്ള ഔത്തുകമീത്ത് കടന്നു പോയാറുണ്ട് കണ്ടെങ്കിൽ അവിടെ ഖൈറല്ലാത്തെ ഒരു പലക്കം നാവുലോ ബറഗു തീരാ ഖൈറല്ലാത്തെ ഒരു പലക്ക പോലും മർച്ചൗത്തുലോ ബറഗു തീരാ. അവിടെ ചിരി പാടില്ല, അവിടെ തമാശ തീരാ, അവിടെ മക്കളെ വിഷയാക്കൊണു തീരാ, അവിടെ ചോറുകാരുടെ വിഷയ ബറഗു തീരാ, അവിടെ രാജകീയത്തെ വിഷയ ബറഗു തീരാ, അവിടെ
ഉറൂസിന്റെ വിഷയം പറകു തീരാ, അവിടെ ദുനിയാവുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും പറകു തീരാ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടെ സ്വഹാബ, ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂന. ആ ജാഗിൽ നിങ്ങൾ എന്തിനു ചൊല്ലുടാറാ? അല്ലാഹുവിന്റെ മലക്കുകൾ ആമീൻ ചൊല്ലുടൂ. ഒരു രോഗിയായ മനുഷ്യനുള്ള കനിക്ക് തൗത്തുക നിങ്ങൾ സന്ദർശിക്കുക പോയെങ്കിൽ, അഥവാ ഒരു മയ്യത്തിനെ സന്ദർശിക്കണു നിങ്ങൾ പോയെങ്കിൽ, അവിടെ നിങ്ങൾ എന്തിനു ചൊന്നെങ്കിലും ആമീന് ചൊല്ലുക മലക്കുകളുണ്ട്. ആമീന് ചൊല്ലുക അല്ലാഹുവിന്റെ മലക്കുകളുണ്ട്. അത് ചൊല്ലുമ്പോഴത്തേക്കും എന്റെ ഈമാനുള്ളങ്ങള് ഖൈറായത് മാത്രമുണ്ടോ ചൊല്ലുമ്പോഴത്തേക്കു. ഈ ദുനിയാവിൽ ഏറ്റവും വലിയ ഖൈറായ പലക എന്തിനെ കൊണ്ടുണ്ട്? ഫഇന്ന ഖൈറൽ കലാം കലാമുല്ലാഹ്. ഈ ദുനിയാവുടെ പലകത്തിൽ ഏറ്റവും ഖൈറായത് അല്ലാഹുവിന്റെ പലകമാ, അല്ലാഹുവിന്റെ കലാമാ, പരിശുദ്ധ ഖുർആനാ. ആ പരിശുദ്ധ ഖുർആൻ മരണപ്പെട്ടു പോയ ഔത്തുൽ ഓതുമ്പത്തുക പോലും ആ പരിശുദ്ധ ഖുർആൻ ഓതുന്നതിനെ കാണയാറാ. അവിടെ ഖൈറൊരു ന്യൂസ് പേപ്പർ ഓതലാണ്. ഇതാരു ചൊന്ന മുസ്ലിം അവിടെ ഖൈറ് മാത്രം ചൊല്ലുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുമ്പത്തുകു ഈ ദുനിയാവിൽ ഏറ്റവും ഖൈറ് അല്ലാഹുവിന്റെ കലാം ഖുർആൻ ചൊല്ലുമ്പത്തുകു. ഖൈറായ പലക ചൊല്ലണു ചൊന്ന ജാഗിൽ അല്ലാഹുവിന്റെ കലാം ഖൈറായ കലാം ഓതുമ്പത്തുകു അതിനെക്കാണ് ഖൈറ് പേപ്പർ ഓതുകു ചൊല്ലുകൊല്ല. കാരണം മുസ്ലിം അല്ലാഹ് ആദരിച്ച സ്വാലിഹീങ്ങളെ അനാദരിച്ച കാരണത്തിൽ അല്ലാഹ് കൊടുത്ത പരീക്ഷണമാണ്. അതല്ലേ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാണയാറ ഖുർആൻ ഓതിയ ആളുമാരില്ലേ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാണയാറ നിസ്കരിച്ച ആളുമാരില്ലേ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാണയാറ നോമ്പ് പിടിച്ച ആളുമാരില്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ കാണ 2 വർഷം ചെറിയ വയസ്സാ. അല്ലാഹുവിന്റെ റസൂലുകു 40 വയസ്സാകുമ്പത്തുകു അല്ലാഹുവിന്റെ റസൂലെ അല്ലാഹ് പ്രവാചകനായി തിരഞ്ഞെടുക്കുമ്പത്തുകു അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് 38 വർഷമാണ്. ആ ഗലികള് ഷഹാദത്ത് കലിമ ചൊല്ലുടൂ. ഇസ്ലാമുക കടന്നു വന്ന പല സ്വഹാബത്തും ജീവിതത്തിൽ കള്ളു കുടിച്ച ആളുമാറാണ്. ഇസ്ലാമുക കടന്നു വന്ന പല സ്വഹാബത്തും ജീവിതത്തിൽ പെണ്ണ് പിടിച്ച ആളുമാറാണ്. ഇസ്ലാമുക കടന്നു വന്ന പല സ്വഹാബത്തും അങ്ങ് ഷഹാദത്ത് കലിമ ചൊന്നു മുസ്ലിം അവിടേക്ക് മുന്നോലു. ജീവിതത്തിൽ പലപ്പോഴും പല വിഗ്രഹത്തെ മുന്നോലു സുജൂദ് ചെയ്യുന്ന ആളുമാറാണ്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുയുടെ ജീവിതത്തിലെ ഒരേ ഒരു ഹറാം പോലും മുസ്ലിം അവിടേക്ക് മുന്നോല് പോലും വന്നില്ല. മുസ്ലിം അല്ലാഹുവിന്റെ റസൂൽ നബിയായപ്പാ, അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹ് പ്രവാചകനായി തെരഞ്ഞെടുത്തപ്പാ, അല്ലാഹുവിന്റെ റസൂലെ കൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലുമ്പോഴത്തേക്കു ഒന്നാമത്തെ സ്വഹാബിയായിട്ട് മുസ്ലിം അവിടേക്ക് മുന്നോലത്തെ ജീവനത്തിൽ പോലും അതേ ഇസ്ലാം അവിടേക്ക് മുന്നോലുള്ള 38 വർഷത്തിൽ പോലും ഒരു ഹറാം പോലും വന്നില്ല. കാരണം എന്തിനെ കൊണ്ടുണ്ട ഉമ്മ ചങ്ങായി അല്ലാഹുവിന്റെ റസൂലാണ്. അല്ലാഹുവിന്റെ റസൂലാണ് അബൂബക്കർ സിദ്ദീഖ് ഞങ്ങളുടെ ബാല്യ സ്നേഹിത. ജീവിതത്തിൽ എല്ലാ മേഖലയിലും വാണിയത്തുക പോകുമ്പോഴത്തും എവിടെയൊക്കെ നടക്കുമ്പോഴത്തും ദയിക്കുമ്പോഴത്തും അല്ലാഹുവിന്റെ റസൂലിനെ നിഴല് പോലെ സ്നേഹിച്ചിട്ടിന്ന് റസൂലുള്ളാഹി തങ്ങളെ പിരിസപ്പെട്ട സ്വഹാബിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ജീവിതത്തിൽ ഹറാമില്ല. എന്റെ കാരണ മുസ്ലിം അവിടേക്ക് മുന്നോലു നന്റെ ഇത്തര പെണ്ണുമക്കളെ നാണ് ജീമ ജീമ ഗുളിയെടുത്ത് പൂത്തിട്ട് ചൊന്ന സ്വഹാബത്തുണ്ടോ അല്ലേ? ഷഹാദത്ത് കലിമ ചൊന്ന് മുസ്ലിമായപ്പ റസൂലുള്ളാഹി തങ്ങളെ മുന്നിൽ വന്ന് പുൽപുട്ടൊരു നബിയെ നന്റെ 5 മക്കളെ പെണ്ണുമക്കളെ പെണ്ണ് ചൊന്നിട്ട് ആ പൂത്തിര നബിയെ ഗുളിയെടുത്തിട്ട് ജീമ ജീമ അല്ലാഹു മാഫ് തണ്ട. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു ഇസ്ലാം ആമലോട് കൂടെ മുന്നോലത്തെല്ലാം പൊളിഞ്ഞു പോയിട്ട് പേടിക്കണ്ട. എങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനത്തേത് ഒന്നും ചൊല്ലുകില്ല, ഒരു വേണ്ടാത്തതുമില്ല. എന്തുക യാറാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വകറമല്ലാഹു വജ്ഹഹു കറമല്ലാഹു വജ്ഹഹു ചൊല്ലൽ പോലും സുന്നത്തുണ്ട്. കേട്ടറാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുയുടെ പേര് കേൾക്കുമ്പോൾ കറമല്ലാഹു വജ്ഹഹു ചൊല്ല.
സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പേര് കേൾക്കുമ്പോഴത്തേക്കും ഇതേ കറമല്ലാഹു വജ്ഹഹ ചൊല്ലൽ സുന്നത്തുൻ. എന്റെ കാരണം ഒരിക്കൽ പോലും അല്ലാഹു അല്ലാത്ത ഒരാളുടെ മുന്നിലും തല താത്തില്ല. ഒരിക്കൽ പോലും ഒരു വിഗ്രഹത്തെ മുന്നിലും മുസ്ലിം അവിടേക്ക് മുന്നിൽ പോലും തല താത്താത്ത മഹാൻ ആ മുഖത്ത് അല്ലാഹു ബഹുമാനിക്കട്ടെ. അബ്ദുൽ വാസി ഉസ്താദ് ചൊന്നില്ലേ, നിസ്കാരത്ത് കൈകെട്ടെങ്ങനെ അല്ലേ? ഒരാൾ വന്നിട്ട്, ഒരു പോലീസ് ഒരാൾ വന്നിട്ട് മീത്തിനങ്ങനെ ഗണ്ണ് കാട്ടിയിട്ടാ പേടി പാട്ടിയിട്ട് എന്തെങ്കിലും നോക്കുമ്പോഴത്തേങ്ങനെ ഹെർപ്പ ശരണ അവിടെ എങ്ങനെ രണ്ട് കൈമേലാക്കി ശരണായ ഇരുപത് നാളിൽ കോണേൽപ്പെട്ട അല്ലാഹുടെ മുന്നുള്ള ശരണ അവിടെ നങ്ങ. ഈ ശരണായത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുടെ ദീർഘ മാത്ര. അല്ലാഹു അല്ലാത്ത ഒരാളെതിരുകും, ഒരു ദൈവത്തെതിരുകും, ഒരു ബിംബത്തെതിരുകും മുസ്ലിം അവിടേക്ക് മുന്നിലും ശരണായില്ല. എന്തേ ആ സംസ്കരിക്കപ്പെട്ട സ്വഭാവ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് പറകില്ല. കാരണം ചങ്ങായി നല്ലായതുകൊണ്ടു. അതാ സ്വാലിഹീങ്ങളുടെ ബന്ധം വേണോ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ചെന്ന സ്വഹാബ, നിങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരും ആരെ ചങ്ങായി പാടാക്കോനോട് പഠിക്കോർ, ചിന്തിക്കോർ. ആരെ ചങ്ങായി പാടാക്കോനോ ചൊന്ന ആലോചന കോർ. ഞങ്ങളെ മക്കളെ ജാഗ്രത ആക്കണം ഉമ്മമാരെ. ഇന്ന് സുബ്ഹാനല്ലാഹ് 10 പൂണേല് 18 വർഷത്തെ ഒരു ബാലകാര ചെറിയ വയസ്സിലെ ബാപ്പ വിട്ടുപോയിട്ട്, ബാപ്പയില്ലാത്ത 1-2 വർഷത്തെ വയസ്സിൽ ഈ കിടാവുകു വേണ്ടി ജീവനം നടത്തിയിട്ട് പിന്നെ ഒരു മങ്ങില പോലും ആവാണ്ട് ഈ കിടാവുകു വേണ്ടി ജീവനം നടത്തിയ കനിക്കത്തെ ഉമ്മ, ത്യാഗാക്കിയ ഉമ്മ, സ്വന്തം ജീവനത്തെ ത്യാഗാക്കി. പലപ്പോഴും പെണ്ണിങ് 1-2 കിടാവ് എന്നിട്ട് മാപ്പിള മരിക്കുമ്പോഴത്തേക്കും രണ്ടാമത്തെ ഒരു മങ്ങിലത്തേക്ക് തയ്യാറാവില്ല. എന്തേ? സ്വന്തം ജീവന വില വിഷയല്ല, ഈ മക്കൾക്ക് വേണ്ടി ആ ജീവനത്തെ ത്യാഗാക്കടെ മനോഭാവമുള്ള ഒരു വ്യക്തിത്വം എങ്കിൽ അത് ഉമ്മ മാത്രം. അത് ഉമ്മകെ സാധ്യ. ഏതെങ്കിലും ഒരു ബാപ്പടെ ഞങ്ങൾ കേട്ട ഉമ്മ പെഞ്ഞായി മറിച്ചിട്ടാകുമ്പോഴത്തേക്കും നന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നാടിന് മങ്ങിലാവില്ല, നന്റെ മക്ക വേണ്ടി ജീവിക്കല സാധ്യല്ല. അല്ല, മങ്ങിലാപക തീരാതെ തപ്പൂണ്ടല്ല നാ ചൊന്നേ. പക്ഷെ ഉമ്മയുടെ മഹത്വ ചൊന്ന സ്വന്തം മക്കൾക്ക് വേണ്ടി സ്വന്തം തടിരെ ത്യാഗാക്കടക്കനിക്ക് ത്യാവറും മനോധൈര്യം ഒരു ഉമ്മക്ക് മാത്രം. 2 വർഷത്തെ കിടാവിടെ വിട്ടുപോയപ്പോ ബാപ്പ ആ കിടാവുക്ക് വേണ്ടി പല ഔത്തുക്ക് പോയിട്ട് ഇടകലിയിട്ടും കൂലി സോറാക്കിയിട്ടും ചാക്കരി എടുത്തിട്ടും എന്തെല്ലാം വിട്ടി സോറാക്കിയിട്ടും ഈ കിടാവുക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണോ, നല്ല ഒരു അവസ്ഥക്ക് എത്തുപാട്ടണോ ചൊന്നിട്ട് ജീവിച്ച കനിക്കത്തെ ഒരു ഉമ്മ 17 വർഷത്തിൽ ആ ബാലകാര മോനുണ്ടല്ലേ, സുബ്ഹാനല്ലാഹ്, ഉമ്മടെ കൊത്തിട്ട് കൊന്നിട്ടു, ഇടിക്കൊത്തി തരച്ചിട്ടിട്ട് റായത്തെങ്ങളെതിരൊക്കെ കത്തി കാട്ടി ചൊന്നോല, ഇതുണ്ടല്ലേ നന്റെ ഉമ്മ നന്റെ പെത്തേക്കൊല്ല ശിക്ഷ. ഇത് കഥയല്ല, ഇത് ഏതെങ്കിലും ഇതിൽ വന്ന സ്റ്റോറി അല്ല. ഞങ്ങളെ നേരടെ രാജ്യ കേരളത്തിൽ നടന്ന കനിക്കത്തെ ഒരു ഇൻസിഡന്റ് ആണ്. ഒരു ഉമ്മ ആ ഉമ്മടെ കൊന്ന മോണ് ചൊല്ലേ നന്റെ പെത്തേക്കൊല്ല ശിക്ഷ ചെയ്ത്. പിന്നൊരു ഉമ്മയുടെ കഥ കേൾക്കണ. പിന്നൊരു ഉമ്മ സോഷ്യൽ മീഡിയത്തെ മുന്നിൽ വന്ന് ചൊല്ലേ നന്റെ ബാലകാര മോണുള്ള കനിക്ക് തൗത്തുಲು നക്ക് ഒർത്തിಗೆ നന്റെ മോണ്ടിട്ടിಗೆ കൊണുകു പേടിയാവോಡು. ಯಾರ ವಿಶದೀಕರಿಕಿಲ್ಲ, ಇಮೇಜ್ ಊಹಿಸಿಟ್ಕೋ. ನಂಡೆ ಮೋನು ಬಾಲಗಾರ ಉಲ್ಲ ಉತ್ತುಲು ನಕ್ಕಿ ಇಕ್ಕೊಣಗು പേടിയാവോಡು ഒർത്തിಗೆ. എന്തേ ആയിട്ടിക്കോ ആൾച്ചനാക്കി നോക്കൂ. എന്തേ ഇങ്ങനെ ഞങ്ങളെ മക്കായി ഞങ്ങളെ സമൂഹം ഈ ഒരു അവസ്ഥക്ക് നീങ്ങിയിട്ടുള്ള കാരണം എന്തേ? ഉമ്മാബക മക്കൾ വിഷയത്തിൽ ജവാബ്ദാരി ആരാണ്? ಇದಕ್ಕೆ ಹೊಣೆ പഠിപ്പാട്ടെ ഉസ്താദന്മാര, സ്കൂളിൽ വിദ്യാഭ്യാസം കൊടുക്കുന്ന ടീച്ചർമാര, അഥവാ സമാജമ, നിരക്കരമ? ആരാണ് ಇದಕ್ಕೆ ഉത്തരവാദി? ആരാണ് ഇതിക്ക് ഉത്തരവാദി? പരിശുദ്ധ ഈമാന്റെ പ്രഭയുണ്ടല്ലേ, ചെറിയ കിടാവിക്കൊമ്പത്തുക ആ വെളയുവ സിരി മുളക്കയല്ലേ ചൊല്ലുല്ലേ, അപ്പമേ ആ ഈമാന്റെ അംശത്തെ കൽബ് കിട്ടുകൊടുക്കണം. അതാണ് ഇസ്ലാം പഠിപ്പാറ്റിയ കിടാവിടെ പെറ്റസാത്ത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പരിശുദ്ധമായ ബാങ്കയുടെ ശബ്ദം കിടാവിടെ കാതുകെ പാട്ടി. ആ കിടാവ് തെല്ല് വലിയാമ്പത്തു ആ കിടാവ് അല്ലാഹുടെ ബഗെ ഹസ്ബി അല്ലേ. പല ഞങ്ങൾ ജോലികൾ പാട്ടെ, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പാടിയിട്ടാണ് കിടാവിടെ ആട്ടി വറക്കൊണ്ടിരുന്നത്. അതെല്ലാം ബദലയിത്ത് പോയിട്ട് ഇണ്ട് മൊബൈൽ ഏതെങ്കിലും ഒരു പാട്ട് വെച്ചിട്ട് സുബ്ഹാനല്ലാഹ് ഇണ്ട്. ഞങ്ങളെ മക്ക ചെറിയ 2 വർഷത്തെ കിടാവ് ഇംഗ്ലീഷിലും ഉണ്ടുമ്പോൾ ഞങ്ങൾ വലിയ അഭിമാന കൊസി. ഞങ്ങളെ കിടാവ് ഇംഗ്ലീഷിൽ പലക്ക പറഞ്ഞു ചൊല്ലുമ്പോൾ ഓരോ ബാപ്പക്കും ഓരോ ഉമ്മക്ക് അഭിമാന.
ഞങ്ങളെ കിടാബുക ഖലാഅക ടോയ്ലറ്റിಗೆ പോകുമ്പോഴത്തേക്ക് ചൊല്ലെ ദിക്റെന്തിരെ ചൊന്നു കൊടുത്തിട്ടു അത് കിടാബുക തിരിയുമ്പോഴത്തേക്ക് ഒരു അഭിമാനം ഞങ്ങൾക്കില്ല. ഇതുപോലത്തെ ഒരു മക്കാമുടെ പരിസരത്തേക്ക് ഗുണപരമ്പത്തുക ആ കിടാവിടെ കൈപിടിച്ചിട്ട് മോണു ഞങ്ങളെ പോലത്തെ ഞങ്ങളെ കാണാൻ മുന്നിൽ ജീവിച്ച ആൾമാരെല്ലാം കൂടെ മരണപ്പെട്ട് കിടന്നിന്റെ മോനെ ഞങ്ങന്നാലിങ്ങനെ പറകൊണ്ടു അങ്ങ് ഒരു സലാമു ചൊല്ലുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ദാര ഖൗമിൻ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. ഇത് ചൊന്നു കൊടുത്തിട്ട് ആ കിടാവു അത് ചൊല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾ അഭിമാനം ഇല്ല. അതൊരു വിഷയമേ അല്ല. ഞങ്ങൾ എല്ലാ രാശന്ദ്ര കൊന്തന എന്റെ കിടാവ് ഇംഗ്ലീഷ് തെരിയണോ. ഇത് കിടാവ് ഇംഗ്ലീഷ് കൊണ്ടുവരുന്നത് മാത്രമല്ല, എല്ലാ വിഷയത്തിലും പാശ്ചാത്യ സംസ്കാരത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന മുസ്ലിമായ മനുഷ്യ ഞങ്ങളെ യുവജനാംഗ ഞങ്ങളെ തലമുറ എങ്ങനെ ആകുണ്ടെന്ന് ആലോചന. ഞങ്ങളെ ഹിരിയ ആൾമാരെ ഞങ്ങൾക്ക് പേടിയന്ത് ഗൗരവവിയന്ത്. ഞങ്ങളെ സ്വന്തം ബാപ്പല്ലെങ്കിലും ബാപ്പയുടെ എലവണ മൂത്തവണ അല്ലെങ്കിലും റായത്തിൽ ഇന്ന് ഹിരിയ ആൾമാരെ പോലും ബഹുമാനിച്ച കനകത ഒരു കാലയന്ത് എങ്കിലുണ്ട്. സ്വന്തം ബാപ്പയുടെ പോലും സ്വന്തം ഉമ്മയുടെ പോലും അവഗണിക്കര കാലത്തേക്ക് എത്തിപ്പോയറാ. അതാണ് ഈമാൻ നഷ്ടപ്പെട്ടു പോണ്ടേ ചൊന്നെങ്കിൽ അല്ല ആദരിച്ചങ്ങലൊട്ടുകല്ല അനാദരവ് ഈമാൻ നഷ്ടപ്പെട്ടു പോണുകൊല്ല കാരണമാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന് അത്രമാത്രം വലിയ സ്ഥാനമാനത്തിൽ എത്തുന്നുകൊല്ല കാരണ അല്ലാഹുവിന്റെ റസൂലിട്ടുകൊല്ല അങ്ങേയറ്റത്തെ ബഹുമാനമാണ്. നബി തങ്ങളൊട്ടുകൊല്ല പിരിസപ്പാടാണ് പെങ്ങള്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 38ാമത്തെ വയസ്സിൽ മുസ്ലിമായിട്ട് 63ാമത്തെ വയസ്സിൽ വഫാത്താകുന്നു. 25 വർഷം മാത്രം നിസ്കരിക്കുന്ന അവസരം കിട്ടിരേ. 25 വർഷം റമളാന്റെ നോമ്പ് പിടിക്കുന്ന അവസരം കിട്ടിയിട്ടില്ല. 25 വർഷത്തിൽ ധാരാളം ഖത്മ തീർക്കുന്ന അവസരം കിട്ടിയിട്ടില്ല. അബൂബക്കർ സിദ്ദീഖിനെ കാണാൻ റമളാൻ സ്വീകരിച്ച ആളുമാർ ഞങ്ങളൊട്ടികയില്ലേ. 80 വയസ്സായിട്ട് 80 വർഷത്തിൽ പോലും 80ാമത്തെ വർഷത്തിൽ പോലും റമളാന്റെ ഒരു നോമ്പ് വിടാത്ത വയസ്സിലാളുമാറുണ്ട്. പ്രായപൂർത്തിയായപ്പോ 6ാമത്തെ വയസ്സിൽ തുടങ്ങിയ റമളാന്റെ നോമ്പ് 80 വർഷം കഴിഞ്ഞിട്ട് പോലും നഷ്ടപ്പെടുത്താത്ത ആളുണ്ട്. എങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്തര റമളാൻ നോക്കണുകൊല്ലേ അവസര ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. എങ്കിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടോ സ്വഹാബ അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാന്റെ ഒരു തിറാസിൽ വെച്ചിട്ട് ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെ ഈമാന്റെ പിന്നൊരു തിറാസിൽ വെച്ചെങ്കിൽ പോലും അബൂബക്കർ ഈമാനക്ക് ദിന്നയാറമാണ്. കാരണം ഇബാദത്ത് കൊണ്ടല്ല പെണ്ണുങ്ങള് അല്ലാഹുവിന്റെ റസൂലിട്ട് വല്ല അങ്ങേയറ്റത്തെ ബഹുമാനം ആദരവ് കൊണ്ടാണ്. അതല്ലേ ഒരു ഇഖാമത്തിലെ ഞാറാമത്തുക ബിലാൽ തങ്ങൾ ചൊല്ലുടൂ അല്ലാഹുവിന്റെ റസൂൽ ഒരു പഞ്ചായത്തിക്ക് പോയിര്. അല്ലാഹുവിന്റെ റസൂൽ ഒരു സുൽഹ കൊണുകു പോയിട്. ഒരു ഗോത്രത്തെ ആളുമാരെ നടുല് സുൽഹ കൊണുക അല്ലാഹുവിന്റെ റസൂൽ പോയിട്. ഇഖാമത്തിലെ ഞാറാവോടോ നാണ് ഇഖാമത്ത് കൊടുക്കൂടെ. നിങ്ങ ഇമാമു നിക്കടാറാണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബിരൊട്ടിക്ക് കേൾക്കുമ്പോ തുകു അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചൊല്ലുടോ ഇഖാമത്ത് കൊടുക്കോറു ബിലാലേ നാണ് ഇമാമു നിക്കട. എന്നിട്ട് ഇഖാമത്ത് കൊടുത്തിട്ട് ഇമാമത്ത് നിന്റെ നിസ്കാരം ഇങ്ങനെ തുടങ്ങുമ്പോ തുകു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വിവരം കിട്ടര്. സ്വഹാബത്ത് സൂചന കൊടുക്കടാറ്. ആ സൂചന കൊടുക്കുന്നതിൽ സ്വഹാബത്ത് ഒരു തപ്പ് സംഭവിച്ചു പോണ്ടു. സ്വഹാബത്ത് ഇസ്ലാമിന്റെ എല്ലാ വിഷയം ഒരേ അടിക്ക് തെരഞ്ഞത് എന്തുമല്ലല്ലേ. ഹന്തമായിട്ട് ഇസ്ലാമിന്റെ ಬಗ್ಗೆ അങ്ങ് പഠിക്കരേ. നിസ്കാരത്തിൽ പലക്ക പറഞ്ഞ സ്വഹാബത്തുണ്ടു. പള്ളിരെ ഉൾക ചിലപ്പോ മൂത്രബീത്തി പോയ ആളുണ്ടു. കാരണം പള്ളിരെ ബഹുമാനപ്പോ ഗൊന്തില്ലാത്ത നിസ്കാരത്തിൽ പലക്ക ബരിയൊക്കെ തീരാണ്ട് ഗൊന്തില്ലാത്ത ഹന്തമായിട്ട് ഇങ്ങനെ പഠിക്കടേ. ഓരോ സന്ദർഭത്തിൽ ഹന്തായിട്ട് ഇങ്ങനെ പഠിക്കേ. ഒരു നാൾ ഒരു അറാബിയായ ഒരാളുണ്ടല്ലേ പള്ളിരെ ഉൾക തെച്ചിട്ട് ഒരു മൂലൽ മൂത്രബീത്തര് പള്ളിരെ ഉൾക ഞങ്ങൾ എന്താക്കോ ഉള്ളാളത്തെ പള്ളിരെ മൂലൽ ഒരാള് കിടാവു ഗുന്താവാണ്ട് ബീത്തി പോയി. അങ്ങനല്ല മണപ്പൂർ ഒരു വലിയ ഒരാൾ ഒരു ബാലകാർ അല്ലെങ്കിൽ ഒരു വയസ്സര ഒരാൾ പള്ളിരെ മൂലൽ തെച്ച് മൂത്രബീത്തി ഉണ്ട്. ഉള്ളാളത്തെ എന്താക്കുവാർ മൂത്രബീത്തിരത് ബുഡോർബാവ. ചില പള്ളിയിലെല്ലാം നോക്കണം മീത്ത് ജോറ് കഫ വന്നിട്ട് ഒരു വയസ്സരാൾ പറത്തു പോകായില്ല. സഡൻ ദമ്മ് കെട്ടി കനിക്ക് ഒരു കണ്ടിൽ തുപ്പുക നോക്കിയിട്ട് പാരിട്ടയൽ അടിക്കോ ബന്ധ കനിക്ക് വണ്ടിയില്ല. ചില ആൾമാർ കണ്ടിൽ തുപ്പോ അവിടെ എഴുതി വെച്ചിട്ടില്ല കിട്ടക്കീന്ത ഉകള പറഞ്ഞു. സുബ്ഹാനല്ലാഹ്
ഇത് തുപ്പിയല്ല പള്ളിയിലുള്ള ഒരു അറാബി അയാൾ മൂത്ര വീത്തി വീത്തുമ്പത്തേക്ക് സ്വഹാബത്ത് ഇങ്ങനെ പാരി പോകുന്ന അയാളുടെ മേലെ അള്ളാന്റെ റസൂല് ചൊല്ലു ദഉ സ്വഹാബ ദൂറവ അള്ളാന്റെ റസൂല് ദൂറവ ഒരു സ്വഹാബ അയാളുടെ ബുഡോറ് ബീത്തട്ടയ എവിടെ ബീത്ത് മദീനത്തെ പള്ളിയിൽ അള്ളാന്റെ റസൂലിന്റെ സാന്നിധ്യത്തിൽ പള്ളിയിലുള്ള മൂത്ര വീത്തിലെ ഒരു അറാബിയായ ഒരാൾ അള്ളാന്റെ റസൂൽ ബുഡോറ് സ്വഹാബ അയാൾ ബീത്തട്ട് അയാൾ ബീത്തിത്ത് കംപ്ലീറ്റ് ബീത്തിൽ പിന്നെ അയാളുടെ മുട്ട വിളിച്ചിട്ട് അള്ളാന്റെ റസൂല് ചൊല്ലു ഇത് പള്ളി ഉടെ മൂത്ര വീത്തോ തീര ഉടെ തുപ്പകു തീര വേണ്ടാത്ത ഗലീജ് എന്തെങ്കിലും സാമണിനെ അതിരെല്ലാം എരിയൊക്കെ തീര നജസല്ലൊടുകു തീര ഇത് നിസ്കരിക്കണകും ഖുർആൻ ഓതുകും ദിക്റല്ല ചൊല്ലണകും എനിക്കത്തെ ജാഗയായിട്ട് കിടയുണ്ട് അള്ളാന്റെ റസൂൽ ഇത് ചൊല്ലുമ്പോൾ ആളിങ്ങനെ അത്ഭുതമായിട്ട് മുഖത്ത് നോക്കി വെക്കും ഇത് എന്ത് സ്വഭാവ ഇത്ര ആൾമാർ എന്റെ മേല് പാറോ നോക്കിയാ സ്വഹാബികൾ എന്റെ മേല് പാറോ നോക്കിയാർ നന്നിട്ട് ഒരു തപ്പ് വന്ന് പോയിട്ടാ അയാൾ തെരിയാണ്ട് ബീത്തിരെ പള്ളിയുടെ ഹുർമത്ത് കൊന്തില്ല പള്ളിയുടെ ഉള്ളുകൊല്ല ആദാബെന്തിന്റെ കൊന്തില്ല ആ തെരിയാണ്ട് ബീത്തിയപ്പോ സ്വഹാബത്തിന് മേല് പാറു നോക്കുമ്പോ റസൂലുള്ളാഹി തങ്ങളെങ്ങനെ തടഞ്ഞിട്ട് മാത്രല്ല കംപ്ലീറ്റ് ബീത്തൊക്കെ വിട്ടു ബീത്തിട്ടായോട്ട് മൂത്തര പാതിൽ തടയിടുന്ന വില ഇടങ്ങിയിരല്ലേ ഒരാൾ മൂത്ര ബീത്ത് കൊണ്ടിരിക്കുമ്പോൾ കട്ടാക്കി നിപ്പാട്ടിനെങ്കിൽ ഇടങ്ങിയിരല്ലേ അല്ലാണ്ട് റസൂൽ അവർ കരുണ നോക്കൂ പള്ളിയിലുള്ള ബീത്തൊക്കെ പൊട്ടുത്തു എന്നിട്ട് പള്ളിയുടെ മഹത്വത്തെ ചൊന്നു കൊടുത്തു ആ അറാബി സന്തോളത്തിൽ ചൊന്നിന്തിര കൊന്തുണ്ട അല്ലാഹുവേ റബ്ബേ പടച്ചോനെ നക്കും ഈ മുഹമ്മദ് നബിക്കും നീ റഹ്മത്ത് ചെയ്യ് ഞങ്ങളെ കൂടെ വേറെ ഒരാളും റഹ്മത്ത് ചെയ്യരണ്ടാണ് ഈ കൊസിലിയാള് ദൂരം ആ ദൂരക്കുമ്പത്തേക്ക് അള്ളാന്റെ റസൂല് ചൊല്ലു അപ്പം ചിരിക്കരു നബി തങ്ങൾ പുഞ്ചിരിക്കട് എന്നിട്ട് ചൊല്ലു ആരാവിരട്ടിയ അള്ളാന്റെ ആ വിശാലമായ കരുണ റഹ്മത്ത് അതിന് നിങ്ങൾ എന്തൊക്കെ ചുരുക്കുടെ എല്ലാവർക്കും റഹ്മത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ റഹ്മത്തിന്റെ കൊറടി അവിടെ അപ്പൊ അതാണ് അള്ളാന്റെ റസൂല സ്വഭാവം അതാണ് അള്ളാന്റെ റസൂലിന്റെ സൗമ്യമായ സ്വഭാവം അതാണ് പണ്ഡിതന്മാർക്കും ആലിമീങ്ങൾക്കുമായ സ്വഭാവം ഉലമാ അള്ളാന്റെ റസൂല് പ്രവാചകന്മാരെ അനന്തരാവകാശികളാ അള്ളാന്റെ റസൂലിനന്തര പരിശുദ്ധമായ ഈ ദീൻ ഏത് രൂപത്തിലാണോ അള്ളാന്റെ റസൂല് കൊണ്ടുവന്ന് തന്നിരെ അതേ രൂപത്തിൽ ഖിയാമത്ത് നാൾ വരേക്കും കാത്തു സൂക്ഷിക്കരകനിക്കുന്ന ഉത്തരവാദിത്വം പണ്ഡിതന്മാർക്കുണ്ട് ജവാബ്ദാരിയുണ്ട് ആ ജവാബ്ദാരി നിബാഹിസുമ്പത്തുകൂ കൂടെ ഉള്ള നേതാക്കന്മാര് ആ പണ്ഡിതന്മാർ ചൊല്ലി ദീന്റെ നടപ്പിലാക്കൊണ്ടു സഹായിക്കണോ ആ സഹായിക്കടതിനെ പൊട്ടിട്ട് സുബ്ഹാനല്ലാഹ് ചില ജാഗൽ എന്തെങ്കിലും ദീനിന്റെ അഹ്കാം ചൊന്നെങ്കിൽ ആ റമദാനിൽ പിന്നെ ആ മുദരിസില്ലേ ആ റമദാനിൽ പിന്നെ ഖതീബില്ലേ പല ജാഗലും ഫോണുണ്ട് ഉസ്താദ് ഞങ്ങൾക്ക് നല്ല ജണ്ട ആളാവണു റമദാനിൽ ഫോണാക്കടി ഏതെങ്കിലും ഒരു പള്ളിയുടെ ഖജാൻജി സെക്രട്ടറി ഞങ്ങൾ നല്ല ജണ്ട ആളാവണു നല്ല ആളാ എന്ത് കങ്ക് മറന്തടിക്കണുക അല്ല തോട്ടത്തിൽ അടയ്ക്ക പറക്കണം അല്ല ഉസ്താദ് ഇമാം നിക്കണു അല്ലെ ഒരു ഖതീബായിട്ടും ഇമാമായിട്ട് നിൽക്കരുത് നിങ്ങൾക്ക് ആളയിട്ടല്ലേ അള്ളാഹുടെ പരിശുദ്ധമായ ദീനക്ക് നേതൃത്വം കൊടുക്കരുത് നിങ്ങൾക്ക് ആളയിത്ത ഞങ്ങൾ ജണ്ട ആളാവണം ഈ ആളുകളുടെ ഭാവന എപ്പ മനസ്സിൽ ബന്ധ അതോടെ ആ റായത്തിൽ പിന്നെ ഇൽമു ചൊല്ലെ ശരിയായ ഒരു നല്ല ആലിം എന്നിട്ട് നിങ്ങൾക്ക് പ്രയോജനം കിട്ടാല അങ്ങനെ ആദരിക്കണു ബഹുമാനിക്കണു എത്ര ആദരിക്കണു ഇമാം അബൂ ഹനീഫത്തുൽ കുഫി റഹ്മത്തുള്ളാഹി അലൈഹി എത്ര വലിയ മഹാനാൻ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ ചൊല്ലുടു ഞാൻ അബൂ ഹനീഫ ഇമാമുടെ മഖ്ബറ ഉള്ള ജാഗല് ഒരു ജണ്ടരകാത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുരട്ടിಗೆ പോയിട്ട് ആ അബൂ ഹനീഫ ഇമാമുടെ ഖബറിന്റെ പരിസരത്തിൽ നിന്നിട്ട് എന്തര അല്ലാഹുരട്ടിಗೆ ദുവറന്ന രാമാ അല്ലാഹ് നിന്റെ നിരാശ ആക്കിയിട്ടേ ഇല്ല അത്ര വലിയ മഹാനായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു സ്വന്തം മോണുകു ഖുർആൻ പഠിപ്പാട്ടുക ഒരു ഉസ്താദിനെ കയ്യിലേൽപ്പിച്ചു കൊടുക്കൂടു എന്നിട്ട് മോണുകു പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ഫാത്തിഹ പഠിപ്പാട്ടി കൊടുത്ത സമയത്തിൽ 1000 ദീനാർ കെട്ടെടുത്തു പോയിട്ട് ഉസ്താദിനെ കയ്യിൽ കൊടുത്തു ആ കിടാവുകു വേണ്ടി ദുവറപ്പാട്ട് എന്നിട്ട് ചൊല്ലു ഉസ്താദ് ഇതിനെ കാണ യാറ ബംഗാറ് മീത അബൂ ഹനീഫ രൊട്ടിക ഇന്നിട്ടില്ലെങ്കിൽ നിന്റെ കിടാവുകു ഖുർആൻ പഠിപ്പാട്ടിയതൊക്കെ വേണ്ടിയിട്ട് സന്മാനമായിട്ട് തറാത്ത ഉസ്താദ് സുബ്ഹാനല്ലാഹ് ഇന്റെ ബംഗാറ് വേണ്ട ഇണ്ട് റമദാന്റെ മുന്നുള്ള രജ കിട്ടുമ്പോഴത്തേക്ക് മീത്ത് മക്ക ഉമ്മ ഉസ്താദ് നാ കുറയുമ്പോ തരണം മധുവറപ്പാട്ട് എല്ലാരും സീരണി പൈസ കൊണ്ട് പോകണം ചൊന്നര ചൊല്ലുമ്പോ ബാപ്പ ഉലക തെച്ചിക്കേക്കര് എന്ത് അങ്ങ് ശമ്പളം കൊടുക്കൂല്ലേ എന്ത് ശമ്പളം ഒരു ആലിം ഒരു ഉസ്താദ് ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പഠിപ്പാട്ടിക്ക് ശമ്പളം കൊടുക്കും ദുനിയാവിൽ ആർക്ക് തീരു ശമ്പളം കൊടുക്കും
ഇത് കൊടുക്കുന്ന ശമ്പളം. ചില ആളുമാരെ ചൊല്ലും ഞങ്ങൾ പടിപാട്ടിക്ക് ശമ്പളം തന്നിട്ടില്ല. എന്ത് ശമ്പളം മോനെ, എന്ത് ശമ്പളം? അല്ലാഹുവിന്റെ റസൂല് ചൊല്ലു, ഇൽമു പടിപ്പാട്ടി ഒരാളുടെ ശമ്പളം അയാളുള്ള പ്രതിഫല അത് പൂർത്തിയാക്കൊണ്ടു സാധ്യ അവിടെ അല്ലാഹുവിന് മാത്രമാണ്. അല്ലാഹുവിന് മാത്രം സാധ്യ അവിടെ ഒരു കാര്യത്തെ നീ എങ്ങനെ ഏറ്റെടുത്തേ, നാ കൊടുത്തില്ലേ, നാ തന്നില്ലേ? അഹങ്കാരപ്പെടും. അള്ളാഹു ഈമാൻ നശിപ്പിച്ചു കളയൂ. ഈമാൻ അള്ളാഹു സലാമത്താക്കട്ടെ. ആമീൻ. ഞങ്ങളെല്ലാവരും അള്ളാഹു ഈമാൻ സലാമത്താക്കണം. വിശദീകരിക്കില്ല. അപ്പൊ നാ ചൊന്നോട്ട് വന്നേ, പരിശുദ്ധമായ സ്വാലിഹീങ്ങൾ അള്ളാഹുടെ റസൂൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടുകളുടെ അങ്ങേയറ്റത്തെ ബഹുമാനം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ. ഇഖാമത്തിന് നേരായിട്ട് ഇഖാമത്ത് കൊടുത്തു. സിദ്ദീഖ് തങ്ങൾ ഇമാം നിന്റെത്ത് സ്വഹാബികളുടെ കൈ ഇങ്ങനെ തട്ടോ തുടങ്ങിയാൽ എന്തേ സൂചന കൊടുക്കൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നബി തങ്ങ വന്ന് അല്ലാണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഗൊന്തവിടെ റസൂലായി തങ്ങൾ ബന്ധുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ അപ്പുറം നോക്കില്ല. പക്ഷെ അല്ലാണ്ട് റസൂൽ ബന്ധത് ഗൊന്തവിടെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ പെരകെ പിറകെ നോക്കും. സഫ്ഫിൽ നിൽക്കട്ടെ, നബി തങ്ങൾ ഇമാം വന്ന് നിൽക്കട്ടെ. അല്ലാണ്ട് റസൂൽ ചൊല്ലുണ്ട്, അബൂബക്കറെ അവിടെ മെനിക്കോർ പെരകെ ബറണ്ടാണെങ്കിൽ അവിടെ മെനിക്കോർ നിസ്കാരത്തെ പൂർത്തിയാക്കോർ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കേട്ടില്ല. അല്ലാണ്ട് റസൂൽ ചൊന്നിട്ടും കേട്ടില്ല. റസൂലുള്ളാഹി തങ്ങളുടെ പലക്കത്തെ ബലബയിക്കാന്റെ പെരകെ ബന്ധിന്റെ അല്ലാഹുവിന്റെ റസൂല് പോയിട്ട് ഇമാമ് നിന്റെ നിസ്കാരത്തെ പൂർത്തിയാക്കിയിട്ട് എല്ലാം കഴിഞ്ഞൽ പിന്നെ കേക്കിട് സ്വഹാബ ആണിങ്ങ നിസ്കാരത്തിൽ ഇമാമ ഒരു എച്ചരിക്ക കൊടുക്കണമെങ്കിൽ ഒരു സൂചന കൊടുക്കണമെങ്കിൽ കൈ തട്ടണായതല്ല, അത് തസ്ബീഹ് ചൊല്ലൽ കൊണ്ടുകൊണ്ട് മസാല ചൊന്നു കൊടുക്കൂ. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളിട്ട് ചൊല്ലൂ, അബൂബക്കറെ നാളെ ഇമാമ നിന്റെ നിസ്കരിക്കോറോ ചൊല്ലുമ്പോ എന്റെ നിന്റെ പലകത്തുക ബലബയിക്കാത്തേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിട്ട് ചൊല്ലോടു, നബിയേ അല്ലാഹുവിന്റെ റസൂലെ കാണ എതിര് നിന്റെ നിസ്കരിക്കരകനികത്തെ ഒരാള് അബൂ ഖുഹാഫ ജന്മം കൊടുത്തിട്ടില്ല നബിയേ. അബൂ ഖുഹാഫക്ക് അങ്ങനത്തെ ഒരു മോനുണ്ടായിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പെരകെ നിക്കുമ്പൊത്തുകൂ അല്ലാഹുവിന്റെ റസൂലെ കാണ എതിര് പോയി നിക്കടകനികത്തെ ഒരു മോണുകൂ അബൂ ഖുഹാഫ ജന്മം കൊടുത്തിട്ടില്ല നബിയേ. ആ ബഹുമാനമാണ് ഈമാൻ. എത്രത്തോളം കൊണ്ടുണ്ട പെണ്ണുങ്ങളെ ആ ബഹുമാനം. അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ 2 വർഷം കഴിഞ്ഞിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വഫാത്താവുടെ. ആ വഫാത്താവുടെ നാള് മുട്ട വന്നപ്പാ, ആ വഫാത്താവുടെ സന്ദർഭ കളിക മുട്ട വന്നപ്പാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചു ചൊല്ലൂല, നാണ് മീത്ത് മരണപ്പെട്ടു പോയെങ്കിൽ നന്റെ മയ്യത്ത് കുളിപ്പാട്ടി കഫന് ചെയ്തിട്ട് നന്റെ മയ്യത്തിന് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലെ മറവ് ചെയ്ത കനികത്തെ ഹുജറത്തു ഷരീഫയുണ്ടല്ലേ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹാടെ മുറിയൗതുലാട് ഇണ്ട് കാണ്ടെ മദീനത്തെ പച്ച കുബ്ബ ഏതുകൊണ്ടുണ്ട പെണ്ണുങ്ങള് ആയിഷ ബീബി റളിയല്ലാഹു അൻഹാടെ മുറിയവമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഹയാത്തിലിക്കുമ്പോ ആയിഷ ബീബിയുടെ കൂടെ ജീവിച്ച കനികത്തെ അവത്തെ മുറിയവമാണ്. അതേ മുറിയൗത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ കൊല്ല ഖബറു ശരീഫ് നങ്ങ പൊക്കുവാമാ നങ്ങൾക്ക് സാധ്യാവാ. എത്ര പിരിസാക്കളെ ഞങ്ങളെ പെഞ്ഞായി മാറേണ്ട കണ്ടെങ്കിൽ പോലും നാലനങ്ങ മരണപ്പെട്ടു പോയപ്പോ നിന്റെ മാപ്പിളുടെ പള്ളിക കൊണ പോവണ്ട. ഇന്നലെ വരേക്കും ഈ റൂമിലല്ലേ നിന്റെ കൂടെ കിടന്നത്, ഇതേ റൂമില് നിന്റെ മാപ്പിളക കബറെടുക്കോറോട് ചൊല്ലുടെ ഒരു പെണ്ണ് ഈ ഉള്ളാളത്തിൽ വഴുകെ കൊടുക്കുവന്റെ സദസ്സിലുണ്ടാ പെങ്ങള് ധൈര്യ ബറുവ ഒരു മയ്യത്തിന് ഔത്തവലുക മറവ് ചെയ്യുന്നെങ്കിൽ ഔത്തലിക്കോ ധൈര്യ ബറുവ. മരണപ്പെട്ടു പോയ ബലിയമ്മയുടെ കുപ്പായ എലസറ അതിന്റെ ಬಗ್ಗೆ ಬಂದು ಕೇಕಡಾರ ಉಸ್ತಾದೆ ಕತ್ತು ಬಾಟೋಣ ಪೂತೋಣ ಎಂದೆ ಉಡುಕೋಗು ಅದು ಇಡೋ ಪೀಡಿ ಅವ್ರು ರೂಹಾಣಿ ಬಂದರು ಉಂಟು മിന മയ്യത്തിനെ ഔത്തുക മറവ് ചെയ്യുന്നെങ്കിൽ ഔത്തുക എക്കുവാറ. അല്ലാഹുവിന്റെ റസൂൽ ആ ശറഫാക്കപ്പെട്ട ഖബർ ഷരീഫ് ആയിഷ ബീവിയുടെ മുറിയൗത്തുക. അപ്പൊ ഇന്ന് കേട്ടണ്ട നാല് നങ്ങമർച്ചെങ്കും അങ്ങനെ അടക്കാമ ഉസ്താദൻ അല്ല നല്ല ഖബർസ്ഥാനമേ അതിൽ വലിയ ഗുണമുണ്ട് റഹ്മത്തുണ്ട്. എന്റെ എത്ര ആൾമാര് ദുആ കിട്ടറ് സലാം കിട്ടറ് സ്വാലിഹീങ്ങളായ ആൾമാരെ കടന്നു പറയുമ്പോൾ സലാം ചൊന്നോണ്ട് തുറന്നു പണ്ടാറ് അത് ഔത്തുക എന്തെങ്കിലും കിട്ടാല. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ അതാ അവർക്ക് പ്രത്യേകമായ കാരണമുണ്ട്. അതെല്ലാം വിശദീകരിക്കും നേരെയില്ല.
അപ്പൊ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറടക്കപ്പെട്ട കനിക്കത്തെ ജാഗിലെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുടെ മനസ്സിലൊരു ആശനക്കും അതേ ജാഗിൽ കിടക്കണോ. ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂലുക്ക് വേണ്ടി ജീവിച്ചനാണ്, അല്ലാഹുവിന്റെ റസൂല് കൂടെ ജീവിച്ച് നടന്നതാണ്. മരണപ്പെട്ട നന്തരവും ആ റസൂലുള്ളാഹി തങ്ങളെ ഖബർ ശരീഫിലെ മുട്ടമേ കിടക്കണു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് സ്വഹാബത്തിലിട്ട് ചൊല്ലോടോ, സ്വഹാബാ മറിച്ചെങ്ക് നിന്റെ മയ്യത്ത് കുളിപ്പാടി കഫന് ചെയ്ഞ്ഞിട്ട് നിന്റെ മയ്യത്ത് കട്ടിയില്ല പുറത്തോണ്ട് പോയിട്ട് നിന്റെ മോൾ ആയിഷാ ബീവി രാവുത്തെ ബായിൽ കട എതിർകെ നിങ്ങ ബീക്കണു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അസ്സലാമു അലൈക്കും ചൊല്ലുന്നു. അബൂബക്കർ ഉൽക ബർട്ടാട്ട് കേക്കണു. അബൂബക്കറെ മയ്യത്ത് അവിടെ മറമാടുന്നുകോ. അല്ലാഹുവിന്റെ റസൂലുക്ക് പൊരുത്തമുണ്ടാ സമ്മതമുണ്ടാണ്ട് കേക്കണു. അല്ലാഹുവിന്റെ റസൂല് ശറഫാക്കപ്പെട്ട ഖബർ ശരീഫുള്ള റൂമുണ്ടല്ലേ, അതിരെ ബായിൽ മീത്ത് സഡൻ ആയിട്ട് ഒരാളും തുറക്കാണ്ട് അതേ ആയിട്ട് ഇങ്ങനെ തുറന്നു കിട്ടിയെങ്കിലേ തന്റെ മയ്യത്തിന് അവിടെ മറമാടുന്നു. അതല്ല അല്ലാഹുവിന്റെ റസൂല് ഖബർ ശരീഫുല്ലേ ബായിൽ മീത്ത് തുറയില്ലാണ്ട് കണ്ടെങ്കില് അബൂബക്കറെ മറവ് ചെയ്യട്ടാണ്ട് നിങ്ങൾ സമ്മത കേട്ടപ്പാ ആ ബായിൽ മീത്ത് തുറയില്ലാണ്ട് കണ്ടെങ്കില് ജന്നത്തുൽ ബഖീഇല് എല്ലാ ആളുമാരെ മറവ് ചെയ്ത ജാഗിൽ നിന്റെ മറമാടണോ ചൊല്ലുടോ. വഫാത്തായിട്ട് കിടക്കുമ്പൊത്തുക പോലും അല്ലാഹുവിന്റെ റസൂല് പൊരുത്തം ആഗ്രഹിച്ച മഹാനാണ്. മരണപ്പെട്ടു പോയ സ്വാലിഹീങ്ങളെ വിളിക്കണ്ടാണ്ട് ചൊല്ല ഈമാനില്ലാത്ത മുസ്ലിം. അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങൾക്ക് മരണപ്പെട്ടു പോയ നന്തര ഒരു കഴിവുമില്ല. ആ മഹാന്മാരെ ഹദറത്തുക്ക് പോയിട്ട് അല്ലാഹുവിന്റെ ഒട്ടിക്ക് ദൂരക്കിടത്തിൽ അർത്ഥമില്ലാണ്ട് ചൊല്ലുടാള്. റസൂലുള്ളാഹി തങ്ങളെ റൗദാ ശരീഫിനെ മുന്നോല് കൊണ്ടുപോയിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ആ മയ്യത്തിനെ ഇങ്ങനെ വെച്ചിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചൊല്ലോടോ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബിയേ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ് നബിയേ, ഈ മയ്യത്തിനവിടെ മറമാടട്ടെ നബിയേ. അത് ചൊല്ലൽ കൂടെ ബായിൽ തുറയിടേട്ട് മാത്രല്ല പെണ്ണുങ്ങള്. അല്ലാഹുവിന്റെ റസൂല റൗദാ ശരീഫിലെ ഉൽഗത്തെ ഒരു ശബ്ദം ജോറ് കേൾക്കടൂല. അദ്ഖിലുൽ ഹബീബ് ഇലൽ ഹബീബ് ഫഇന്നൽ ഹബീബ ലിൽ ഹബീബ് മുഷ്താഖ്. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ചങ്ങായിരെ, അയാൾ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ കൊടബന്ന് കിടപ്പാട്ടോറ് സ്വഹാബ. അബൂബക്കർ നിന്റെ കൂടെ വന്ന് കിടക്കെടുതിരനാണ് വല്ലാണ്ട് ആഗ്രഹിച്ചിട്ട് കാത്തോണ്ടുള്ള സ്വഹാബ. വഫാത്തായ അല്ലാഹുവിന്റെ റസൂൽ റൗദാ ശരീഫിന്റെ ഉൽഗത്തെ ശബ്ദം കേൾക്കട്. അബൂബക്കർ സിദ്ദീഖ് തങ്ങള് റളിയല്ലാഹു അൻഹുടെ ഖബർ ശരീഫും അതേ റൂമിടെ ഉൾഗൈത്ത്. അതാണ് അല്ലാഹുവിന്റെ റസൂലുകളുടെ അദബ് കൊണ്ട് ബഹുമാനം കൊണ്ട് നേടിയത്. മഹാന്മാരെ സ്വാലിഹീങ്ങളൊട്ടികൊല്ലേ അദബ് കൊണ്ട് സ്നേഹം കൊണ്ട് പിരിസം കൊണ്ട് സമ്പാദിച്ചത്. അത് എല്ലാവരുടെയും പേര്. ആ മഹാന്മാരായ സ്വാലിഹീങ്ങൾ എല്ലാവരുടെയും പേരും അല്ലാഹുവിന്റെ റസൂലിന്റെ നന്തര ആ പാരമ്പര്യം അവിടെ സയ്യിദന്മാർ തങ്ങന്മാർ അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാർ അങ്ങനൊട്ടിക പേരും. അങ്ങനെ വെറുത്താറുണ്ട് കണ്ടെങ്കിൽ അങ്ങ് പിന്നെ ദുനിയാവിലും ആഖിറത്തിലും രക്ഷയില്ല. ചെറിയ ഒരു സംഭവം ചൊന്നെന്റെ വഅദ് കാണിപ്പാട്ട്. ബഹുമാനപ്പെട്ട ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ട ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു ആരാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ മോള് ഫാത്തിമ ബീവിയുടെ മോണും സയ്യിദ് ഹുസൈൻ തങ്ങളെ മോണും സയ്യിദ് സൈനുൽ ആബിദ് തങ്ങളെ മോണും സയ്യിദ് മുഹമ്മദ് ബാഖിർ തങ്ങളെ മോണും സയ്യിദുനാ ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു. ആ ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു ജഅഫർ സ്വാദിഖ് തങ്ങളൊട്ടികൊണ്ടല്ലേ ദാവൂദ് ത്വായി ചൊല്ല ഒരു വലിയ വന്ന് ചൊല്ലവല നക്കണി ഒരു വാദ ചൊല്ലണം തങ്ങളെ നക്കൊരു വാദ ചൊല്ലണം. അപ്പൊ ജഅഫർ സ്വാദിഖ് തങ്ങളെ ചൊല്ലു, നാണെന്തിര വാദ ചൊല്ലി, നിങ്ങ വലിയ സാഹിദല്ലേ, നിങ്ങ അല്ലാഹുടെ വലിയല്ലേ, നിങ്ങൾക്ക് നാണെന്തിര വാദ ചൊല്ലി. അപ്പൊ ഈ അള്ളാന്റെ വലിയ ചൊല്ലെന്തിര കൊന്തുണ്ട തങ്ങളെ അങ്ങനെ ചൊല്ലണ്ട. നാണാറായെങ്കിലും ഞങ്ങളെക്കാണ് വലിയ സ്ഥാനമാണ് അഹ്ലു ബൈത്തായ നിങ്ങൾക്ക് തങ്ങന്മാർ. അതുകൊണ്ട് നബി അല്ലാഹുവിന്റെ റസൂൽ കുടുംബത്തിൽപ്പെട്ട ആ ഒരു മഹത്വം ലോകത്ത് ഒരാൾക്കും അത് കിട്ടാല്. ചില ആൾമാരുടെ കേക്ക് കൊണ്ട് തങ്ങാവണമെങ്കിൽ എവിടെ പഠിക്കണം? ചില മുത്താലിമികളെ ചില ചെറിയ ചെറിയ ചെറു മുത്താലിമികളെ പോയി തങ്ങാവൊക്കെ എവിടെ പഠിക്കണം?
തങ്ങത് പഠിച്ചിട്ട് കിട്ടിയതല്ല അല്ലാഹുവിന്റെ റസൂൽ ആ ഷറഫാക്കപ്പെട്ട ചോര ആ പാരമ്പര്യമാണ്. അപ്പൊ ബഹുമാനപ്പെട്ട ജഅഫർ സ്വാദിഖ് തങ്ങൾ ചൊല്ലു, നാണെന്തിനെ ഉപദേശിക്കണത്, നാണ് ആറ്, നിങ്ങൾ അല്ലാഹുവിന്റെ വലിയല്ലേ, വലിയ ചൊല്ലു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ അഹ്ലു ബൈത്ത്, നിങ്ങൾക്ക് ഇന്ന് ശ്രേഷ്ഠത ദുനിയാവിൽ ഒരാളുകുമില്ല. എത്ര വലിയ ആളായെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ പെട്ട അഹ്ലു ബൈത്തുള്ള ശ്രേഷ്ഠതയില്ല. അപ്പൊ ജഅഫർ സ്വാദിഖ് തങ്ങൾ ഉൾപ്പെട്ടു ചൊല്ലു, നാളെ വലിയ വേജാറിലുള്ളേ എന്തിനെ കൊന്തുണ്ട, നാളെ ആഖിറത്തിൽ മഅ്ശറത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ നന്റെ ഉപ്പാപ്പടെ നന്റെ അജ്ജടെ അല്ലാഹുവിന്റെ റസൂലിനെ കാണുമ്പോൾ ആ റസൂലുള്ളാഹി തങ്ങളുടെ മീത്ത നന്റെ ടിക ജഅഫറെ നന്റെ സുന്നത്ത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് പാലിക്കൊണ്ടുകായിട്ടില്ല. നന്റെ സുന്നത്തിനെ പരിപൂർണമായി പാലിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് യാരെ കൊരടി വന്നു പോയി ചൊന്നിട്ട് നന്റെ മീത്ത് ആക്ഷേപിച്ചെങ്കാ ചൊല്ലുടെ പേടിയിലാണ് നാ ജീവിച്ചോട്ടുള്ളേ. ബഹുമാനപ്പെട്ട അബ്ദുൽ വാസി ബാഖവി ഉസ്താദോട് ചൊന്തു, ഇബാദത്തിലുള്ള കനിക്കത്തെ ആ ഒരു സുഖം, ആ ഒരു ശ്രദ്ധയും ഇബാദത്തുള്ള കനിക്കത്തെ താല്പര്യം അല്ലേ. ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു ചൊല്ലി, അല്ലാഹുവിന്റെ റസൂൽ തന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ സുന്നത്ത് പാലിച്ചിട്ടില്ല, നന്റെ ഒട്ടുകൊല്ല മുതാബഅത്തിന്റെ ഹഖ് നിങ്ങൾ നിറവേറ്റിട്ടില്ല, നന്റെ തുടർന്ന് ജീവിക്കണോ നന്റെ പിമ്പറ്റണോ ചൊന്ന വിഷയത്തിൽ നിങ്ങൾക്ക് യാരൊക്കെ വന്നു പോയിരോ ചൊന്നെങ്കിൽ ഞാൻ എന്താക്കിരണോ ചൊന്നിട്ട് ബേജാർ. നോക്കൂ, അത്ര വലിയ മഹാൻ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ പ്രഗത്ഭരായ സ്ഥാനം അലങ്കരിച്ച മഹാൻ ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് പോലും ആ പേടി നിന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ആൾച്ചനാക്കോറൂല. എന്തിനു പേടി? നാല് മഅ്ശറത്തിൽ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾ നന്റെ ഒറ്റുകൊല്ലേ നന്റെ പിമ്പറ്റണോ ചൊന്ന വിഷയത്തിൽ നിങ്ങൾക്ക് യാരെ കൊരടി വന്നു പോയിര് അതിന് നിങ്ങൾ നിറവേറ്റിട്ടില്ലാണ്ട് ചൊന്നുറോ ചൊല്ലെ പേടിയാണ് ഒരു വലിയായ തങ്ങള്. ഞങ്ങളെ അവസ്ഥ എങ്ങനെ ആൾച്ചനാക്കി നോക്കൂ. മരിക്കടെ കാലത്തിൽ പോലും ഞങ്ങളെ മുഖത്തിൽ സുന്നത്തിന്റെ അടയാള കാണിട്ടുണ്ട് ഞങ്ങൾ ആഗ്രഹിക്കില്ല. വയസ്സായിട്ട് 10, 70, 80 വർഷമായിട്ട് പോലും ക്ലീൻ സേവാക്കി താടി പഠിക്കുന്ന ഗുണം ഇഷ്ടപ്പെടും. ഇതിനിടക്ക് ഞാൻ മുടിയെടുക്കുക പോയവിടെ ഒരു വയസ്സിലാൾ വന്നിട്ട് താടിയെടുക്കുക തെച്ചിരി ഫുൾ ഷേവിംഗ് ആക്കും. ആ മുടിയെടുக்கிறോണ്ട് നന്റെ ടിക്ക് ചൊല്ലേ, ഹസ്രത്ത് താടിയെടുക്കുക സേവക്കാക്കുക പേടിയാവിട്ടുണ്ട്, ബ്ലേഡ് തറച്ചു പോയിരുവാണ് പേടിയാവിട്ടുണ്ട്. അത്രക്കും തോലെല്ലാം നെരികെട്ടിട്ടുണ്ട്. അത്ര വയസ്സ് നോക്കൂ, ഞാൻ ചൊന്നെന്ത് കൊന്തുണ്ട വയസ്സായിട്ട് പോലും റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തിലെ അടയാളം ഞങ്ങളൊട്ടിക കാണണുണ്ട്. ഞങ്ങൾ ഇഷ്ടപ്പെടില്ല. മരിക്കയുടെ സമയം നാ മരിക്കുകയല്ലേ വയസ്സൊരാള് താടി ബെൽത്താൾ മരിക്കുക, അത് വേറെ വിഷയ. ഏതായാലും ഞങ്ങളുടെ ശരീരത്തെ രോമത്തിന് കളർ ബദലായിട്ട് വെളുത്ത് ചൊല്ലത് മരണത്തെ ഒരു സൂചനയാണ്. 40 വർഷം കഴിയുമ്പോഴത്തേക്ക് പിന്നെ മരണത്തിന് തയ്യാറാവണം. അതല്ലേ മരിക്കയുടെ സമയത്തിൽ പോലും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്ലേഗ് ചൊല്ലിയ ഒരു രോഗം വന്നിട്ട് പെഞ്ഞായി മരിക്കുക. 2 പെഞ്ഞായിമാർ ഒരു തിങ്ങലിന്റെ ഇടയിൽ മരിക്കിടാർ. 2 പെഞ്ഞായിമാർ ഇന്നാർ ഒരു തിങ്ങലിന്റെ 2 പെഞ്ഞായിമാർ മരിച്ച വഫാത്തായി പോയാർ സ്വഹാബത്തിയ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആ രോഗം പകർന്നിട്ട് സ്പ്രെഡ് ആയിട്ട് മൂപ്പറും കിടത്തത്തിലേറ്റ് കാണുക ബന്ന സ്വഹാബത്തിനൊട്ടിಗೆ ചൊന്നതിര കൊന്തുണ്ട 2 പെഞ്ഞായിമാർ മരിച്ചിരാറ് നക്കൊരു കായം താക്കി തണ്ടാറാണ്. കിടത്തത്തിലായ രോഗിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നക്കൊരു കായം താക്കടാറ. എന്തേ കേട്ടിട്ടാകുമ്പോ കാരണം ചൊന്നേ, നാല് അല്ലാഹുവിന്റെ റസൂലിനെ നാം മഅ്ശറത്തിൽ കാണുമ്പോൾ മരിക്കട ഗലികൾ ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടു. എന്തിരെ മങ്ങിലാവൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തല്ലേ, അതിനാ മരിക്കട ഗലികൾ ഇല്ലല്ലേ, പെഞ്ഞായിമാർ മരണപ്പെട്ടു പോയില്ലേ, ആ സുന്നത്ത് നഷ്ടപ്പെട്ട് മരിക്കണക്ക് നക്ക് പേടിയാവോടോ. ഇതാണ് മഹാന്മാർ, ഇതാണ് സജ്ജനര ഹാജ. ഞങ്ങൾ മരിക്കടെ മുന്നൽ തണ്ട് പോലും തലരെ മുടിക്ക് കംപ്ലീറ്റ് ഡൈ അടിച്ചിര കറുപ്പാട്ടി. ചിലപ്പോൾ നിസ്കാര കുലിയ സമാവില്ല മുടി കറുപ്പാട്ടിയത് കൊണ്ടിട്ട്. കാരണം കറുപ്പാട്ടിൽ 2 വിധം ഉണ്ടെന്ന് വിശദീകരിക്കില്ല ഇൻഷാ അല്ലാഹ്. ചിലപ്പോൾ നിങ്ങൾ കുലിയ സമാവല്ല പെണ്ണിങ്ങ മൊയിലാഞ്ചി വയ്ക്കുമ്പോഴത്തേക്ക് കണ്ടേ ചില മൊയിലാഞ്ചി കൊണ്ടിട്ട് ഉളു സമാവില്ല കുലിയ സമാവില്ല. കുലി സമായില്ലാണ്ട് കണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മുസ്ഹാഫ് തൊട്ടത് നിസ്കരിച്ചത് ആൾച്ചനാക്കും. മങ്ങിലായ പെണ്ണിങ്ങക്ക് മൊയിലാഞ്ചി വയ്ക്കൽ സുന്നത്ത്, മാപ്പിലക്ക് ഭംഗിയായിട്ട് ചന്തായിട്ട് കാണുകൂ. മങ്ങിലാവാത്ത പെണ്ണിങ്ങക്ക് അത് കറാഹത്ത്, അത് ഒഴിവാക്കണം. മങ്ങിലാവാത്ത പെൺമക്ക കറാഹത്താണ് മൊയിലാഞ്ചി വയ്ക്കൽ. അത് എൻഗേജ്മെന്റിന്റെ സമയത്തിലാണെങ്കിൽ പോലും അത് കറാഹത്താണ്. ഇസ്ലാമികമായ പൂർണ്ണമായ ശരീഅത്തിലെ ആ പാദത്ത് സ്വാലിഹീങ്ങൾ കാട്ടി തന്നെ തെറുക്കുന്നങ്ങ് മടങ്ങണോ, അതാണ് ഞങ്ങൾക്ക് രക്ഷ. ബഹുമാനപ്പെട്ട ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഇവർക്ക് ജഅഫർ സ്വാദിഖ് തങ്ങളൊരു യാത്ര ചെയ്യുമ്പോൾ കൊണ്ടല്ലേ കൂടെ ഒരു യാത്രിക കൊണ്ട് അയലെ 1000 ദീനാറെ ഒരു കെട്ട് നഷ്ടപ്പെട്ടു പോയി. 1000 ദീനാർ, 1000 ബംഗാര നാണ്യങ്ങൾ, കോയിൻസ് കാണാണ്ടായി. അയാൾ ഡൗട്ട് വിചാരിച്ച ആരെ കൊണ്ടുണ്ട ജഅഫർ സ്വാദിഖ് തങ്ങൾ. സുബ്ഹാനല്ലാഹ്,
ജാഫർ സ്വാദിഖ് തങ്ങൾ വലിയ ആ ബംഗാർ കാണാത്ത അയാൾക്ക് ഇത് ജാഫർ സ്വാദിഖ് തങ്ങാണ്ട് കൊന്തില്ല. അയാൾ വിചാരിച്ച് ഇയാൾ കട്ടറായിട്ടിക്കൊണ്ട് ജാഫർ സ്വാദിഖ് തങ്ങൾ കയ്യിൽ കണ്ട് ബയർ കത്തിയോണ്ടുണ്ട്. പാവ എത്ര ബേജാറാവും ഇത് കാണാണ്ടായിട്ടാകുമ്പോൾ. നോക്കോറു മങ്ങിലത്തേക്ക് മോളുകു വേണ്ടി ബംഗാർ എടുത്ത് വെച്ചിരാറ്. മങ്ങിലത്തെ മുന്നൽത്തെ ജാവ് കൗത്തു കല്ലെന്നുണ്ട് എല്ലാ ബംഗാർ കട്ടോണ്ട് പോയേ ഔത്തങ്ങൽ അവസ്ഥ എന്താവും? ജാഫർ സ്വാദിഖ് തങ്ങൾ ബേജാറായിട്ട് പടച്ചോണ ഇയാളെ ഈ ബംഗാർ കാണാണ്ടായിത്തല്ല റബ്ബെ. ജാഫർ സ്വാദിഖ് തങ്ങൾ അയാൾ ബീരിക്കട്ടെ ഇയാളെ കട്ടറെ കാണുന്നുണ്ട്. ജാഫർ സ്വാദിഖ് തങ്ങൾക്ക് അത് ബേജാറില്ല. നന്റെ ഇയാൾ അപവാദാക്കിത്ത് നന്റെ ഡൗട്ട് സംശയിച്ചിത്ത് നങ്ങായെങ്കിലും ചൊല്ലുക അവനക്ക് ശാപ ബയിക്കുക അല്ലേ? ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു യാറ് കൊണ്ടി വന്നെങ്കിൽ ഒരു ആലിമായെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ അവന് ശാപ ബയിക്കുക. ഒരു ആലിയുടെ ഉസ്താദിന്റെ ശാപ തട്ട് പാടില്ല. ശാപ ബയിക്കോ തീരാ. ശാപ ബയിക്കുന്ന ആൾമാർക്ക് ഷഫാഅത്ത് ചെയ്യണമെങ്കിൽ അവസരം അല്ലാഹു മഅശറത്തിൽ കൊടുക്കില്ല. ജാഫർ സ്വാദിഖ് തങ്ങൾ അയാളുടെ കേക്കിട് എത്ര ബംഗാര കോയിനും തീൺ അയാൾ ചൊല്ലൂല ഒരായിരയും തീൺ. ജാഫർ സ്വാദിഖ് തങ്ങൾ നേരെ ഔത്തുക്ക് പോണ്ടു 1000 കോയിന് കൊണ്ടുപണ്ട് അയാളുടെ കയ്യിൽ കൊടുക്കും. അയാൾക്ക് അപ്പൊ ഉറപ്പയിത്ത് ഇത് കട്ടര ഓക്കെ പേടിച്ചിട്ട് പേരോതന്നെ. ജാഫർ സ്വാദിഖ് തങ്ങൾ അങ്ങനെ ബീരിക്കണ്ടേ? നാണിപ്പോ ബയരകത്തിട്ട് അയാൾ സഹായിക്കണക്ക് വേണ്ടി കൊടുത്തെങ്കിലും അയാളുടെ സംശയം ഒന്നും കൂടി ആറാവൂ. അങ്ങനത്തെ ചിന്തമേ ഇല്ല. അള്ളാഹ്ക്ക് വേണ്ടി അയാളെ സഹായിക്കൊണ്ടുള്ള ഉദ്ദേശം മാത്ര. അത് അള്ളാഹുന്റെ റസൂലിൽ നിന്ന് കിട്ടിയ കനിക്കത്തെ കൽബാണ്, മനസ്സാണ്. അതാണ് സൂഫിയത്ത്, തസവ്വുഫ്. അങ്ങനെ അയാൾ 1000 ദീനാരെ കൊടുത്തിട്ടു. അയാൾ കൊസിൽ പോണ്ടു. അയാളെ കട്ടറെ പിറകു തന്നിട്ടുള്ള ബീർച്ചിട്ടിക്കു തെല്ലു കലിയുമ്പത്തു അയാളെ നഷ്ടപ്പെട്ടു പോയ ബംഗാരെ കിട്ടി. അപ്പയാൾക്ക് ബേജാറുടെ പടച്ചവനെ ഒരു നല്ലൊരു മനുഷ്യ കാണുക, നല്ല ഒരു സ്വാലിഹായ മനുഷ്യരെ കണിക്ക് കണ്ടുപോയിട്ട് അയല്ലേ നാ ബിരുദ അപവാദാക്കി സംശയിച്ചല്ലേ നേരെ ഓടി വണ്ട് കൊടുക്കുക നോക്കൂടി. ഇതാ ഇന്നെ കിട്ടിയിട്ട് നിങ്ങടുത്തോളൂ. ജാഫർ സ്വാദിഖ് തങ്ങളുണ്ട് അയാൾ കൊന്തില്ല. ജാഫർ സ്വാദിഖ് തങ്ങൾ ചൊല്ലു ഞങ്ങൾ കൊടുത്തതുക്ക് മടങ്ങടെ പ്രശ്നമില്ല, നിങ്ങടുത്തോ പോർ നാനിങ്ങ പൊരുത്തപ്പെട്ട് തന്നത്. അപ്പ അയാൾ പുറത്ത് വന്ന് കേൾക്കല അതാരാള് ആൾമാർ ചൊല്ലാറ് അത് സയ്യിദുന ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ പെട്ട അഹ്ലു ബൈത്തിൽ പെട്ട മഹാനാൻ. ആ മഹാനായ ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു ദുനിയാവുള്ള സ്ഥാനമാനവും ആളുമാർ ജഅഫർ സ്വാദിഖ് തങ്ങളൊട്ടിಗೆ പോണ്ടത് കാണുമ്പോത്തുകു അണ്ടത്തെ രാജാവായ മൻസൂർ രാജാവ് ആ വലിയായ തങ്ങളെ കൊല്ലുപാട്ടുകു നോക്കുടൂ. മന്ത്രിയുടെ കടത്തിട്ട് ചൊല്ലേ ജഅഫർ സ്വാദിഖ് തങ്ങളെ വിളിച്ചോണ്ട് വരൂ. മന്ത്രി സാധ്യായത്തര ചൊല്ലുടു രാജാവേ വേണ്ട രാജാവേ അതൊരു തങ്ങളാണ്. അയാള് സയ്യിദാണ്, റസൂലുള്ളാഹി തങ്ങളെ കുടുംബത്തിൽ പെട്ട ആളാണ്. അയാളെ കൊന്നിട്ട് ഞങ്ങൾക്ക് എന്തിനു കിട്ടുകൂ? അയാളൊരു സ്വാലിഹായ മനുഷ്യനെ എന്തെല്ലാം മന്ത്രി ചൊന്നു നോക്കൂടൂ. മൻസൂർ രാജാവ് ഒപ്പില്ല. അവസാനം മന്ത്രി വിധിയില്ലാണ്ട് രാജാവുടെ പലകത്തുക ബല വെച്ച് ജാഫർ സ്വാദിഖ് തങ്ങളെ വിളിക്കുക പോണ്ടു. മൻസൂർ രാജാവ് വിളിക്കട് നിങ്ങ പറഞ്ഞോല. ജാഫർ സ്വാദിഖ് തങ്ങൾ പറയുമ്പോത്തുക രാജാവ് സൈനികന്മാരുടെ ചൊല്ലൂടെ ആ ജാഫർ സ്വാദിഖ് തങ്ങൾക്ക് ഭയങ്കര ആളുമാരെ സപ്പോർട്ട് ഉണ്ട്. ആ തങ്ങളുടെ പിറകെ 100 കണക്കിൽ 1000 കണക്കിൽ ആളുമാരുണ്ട്. അയാളെ ബുടകു തീരാ കൊല്ലണോ. അയാളെ കാണുമ്പോ നന്റെ കിരീടത്തെ നാം എല്ലാം ഇങ്ങനെ വയത്തര നിങ്ങ നന്റെ മേ നോക്കണു. നാണ് കിരീടത്തെ എപ്പ വയത്തര അപ്പ നിങ്ങ അയാളെ ഓടി പോയിട്ട് അറ്റാക്ക് ആക്കിയിട്ട് കൊല്ലണോ. അല്ലാഹുവിന്റെ റസൂലെ കുടുംബത്തിൽ പെട്ട സയ്യിദായ സ്വാലിഹായ ഒരു വലിയായ തങ്ങളെ കൊല്ലുക വേണ്ടി ഒരു രാജാവ് പ്ലാനാക്കിട്. ജഅഫർ സ്വാദിഖ് തങ്ങൾ കടന്നു പറയുമ്പോത്തു മന്ത്രിമാരെല്ലാരും ബാളും തൽവാറും കത്തി മൊണിപ്പാട്ടി വെച്ചിട്ട് രാജാവിടെ തലമേ നോക്കി വെച്ചിട്ട് കിരീടം എത്ര നോക്കുവാ ചൊന്നിട്ടു. സുബ്ഹാനല്ലാഹ് ജഅഫർ സ്വാദിഖ് തങ്ങൾ കൊട്ടാരത്തെ എൻട്രി ആവലോട് കൂടെ ചൊല്ലു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇത് ചൊല്ലലോടുകൂടി രാജാവ് പാരിട്ട് എഞ്ചിട്ട് ഓടി പോയിട്ട് ജഅഫർ കൈപിടിച്ച് കൂട്ടിയോ സിംഹാസനത്തിൽ ദൈ പാടിയിട്ട് ജഅഫർ സ്വാദിഖ് തങ്ങളെ കാലിലെ കീഴിൽ മുട്ടി രാജാവരുടെ കേക്കോരോ ചൊല്ലുമ്പോ ബഹുമാനപ്പെട്ട ജഅഫർ സ്വാദിഖ് തങ്ങൾ ചൊല്ലു നണ്ടിനെ നിങ്ങ ഒറുക്കം മൂടക ബിലിപ്പാട്ടകു തീരാ നക്കതേ വേനായേ നന്റെ നിങ്ങ ബിലിപ്പാട്ടകു തീരാ നക്കതേ വേനായേ ചൊല്ലു. അങ്ങനെ രാജാവ് ബഹുമാനിച്ചിട്ട് തങ്ങളെ വിട്ട് കടത്തിര് സ്വീകരണ കൊടുത്തു കടത്തിര്.
ബീൽ കൊടുക്കാക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ വിട്ട് ജഅഫർ സ്വാദിഖ് തങ്ങളെ കടത്തര്. എന്നിട്ട് ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു കൊട്ടാരത്തെ ഇങ്ങി പോവലോടുകൂടെ മൻസൂർ രാജാവ് യസർത്തില്ല. 3 വഖത്ത് നിസ്കാരത്തെ നേര യസർത്ത് വന്നിട്ടില്ലാണ്ടും അഭിപ്രായമുണ്ടു. അതല്ല 3 നാള് യസർത്ത് വന്നിട്ടില്ലാണ്ടും അഭിപ്രായമുണ്ടു. ഏതായാലും 2ാമത് യസർത്ത് വന്നിട്ട് ഹബർ തപ്പിയത് സമായിട്ട് എഞ്ചി തേക്കുമ്പോ തൂകൂ സൈനികമാരും മന്ത്രിമാരും മൻസൂർ രാജാവരൊട്ടിക കേക്കടെ ആ തങ്ങളെ കൊല്ലുവാട്ടുകു വേണ്ടി വിളിപ്പാടിയിട്ട് നിങ്ങൾ കിരീട്ട വയത്തറാറു ചൊന്നു കാത്ത് തേക്കുമ്പോ തൂകൂ. അയാളെ കാണുമ്പോ നിങ്ങമേ പേടിച്ചു പോയാറല്ലേ ചൊല്ലുമ്പോ തൂകൂ. ആ മൻസൂർ രാജാവ് ചൊന്ന പലക്കെന്തര ഗൊന്തുണ്ട മുസ്ലിം അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ പെട്ട ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു കടന്നു പറമ്പുത്തുകൂ വലിയ ഭീകരമായ ഗാത്രത്തിലുള്ള ഒരു പാമ്പും വന്നിറ്. ആ പാമ്പതാനാണ് കണ്ടിട്ട് വല്ലാണ്ട് പേടിച്ചു പോയ നാണുമീത്ത് തങ്ങളെ ബഹുമാനിച്ചിട്ടില്ല ആദരിച്ചിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ ആ പാമ്പ് ഒന്നാന്നെ മുൽങ്ങാന്ത് അതല്ലെങ്കിൽ നക്ക് കൊത്താന്ത് നാണ് ബഹുമാനിച്ചിട്ട് ആദരിച്ചിട്ട് കടത്തുള്ളൂടെ ആ പാമ്പും തങ്ങളെ കൂടെ മേയിഞ്ഞ് പൊയ്ത്ത് അത് കറാമത്താണ് മുസ്ലിം. അണ്ടൽ പിന്നെ മൻസൂർ രാജാവു അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ വിട്ട തങ്ങന്മാരൊട്ടിക കളിക്കില്ല. അല്ലാഹ് ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളായ മഹാന്മാർ അങ്ങനെയാണ്. അങ്ങനെ ഒരേ ഒരു ദുആ കൊണ്ട് മരണപ്പെട്ടു പോയ രാജാക്കന്മാരുണ്ടോ. അങ്ങനെ ഒരു ദുആ കൊണ്ട് ആകാശത്തിൽ നിന്ന് മല ചൊരിഞ്ഞതുണ്ടോ. അങ്ങനെ ഒരു ദുആ കൊണ്ട് എന്തെല്ലാം സംഭവിച്ചു പോയതുണ്ടോ. അങ്ങനെ ബർക്കത്ത് കൊണ്ട് എന്തെല്ലാം റഹ്മത്ത് ദുനിയാവ് ഇറങ്ങി വന്നതുണ്ടോ. അതുകൊണ്ട് തന്റെ ഈമാനുള്ളങ്ങള് അല്ലാഹ് ആദരിച്ചങ്ങളെ ആദരിക്കേണ്ടത് ഈമാനാണ്. അല്ലാഹ് ആദരിച്ചങ്ങനൊട്ടുകൊള്ള അനാദരവ് ഈമാന് നഷ്ടപ്പെട്ടു പോണുക കാരണമാണ്. അർഹമുർ റഹീമീനായ അല്ലാഹുവേ അഹ്ലെ ബൈത്തിൽ പെട്ട തങ്ങന്മാരും സയ്യിദന്മാരും മഹാന്മാരായ സ്വാലിഹീങ്ങളും ഞങ്ങളെ മുന്നിൽ കടന്നുപോയ സജ്ജനങ്ങള് നിന്റെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാർ അങ്ങനെ സ്നേഹിച്ചിട്ട് അങ്ങനെ പൊറുത്തത്തോടുകൂടെ ജീവിച്ചിട്ട് നാളെ ആഖിറത്തിൽ അങ്ങനെ കൂടെ നിന്റെ ഹബീബായ തങ്ങളെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂടുന്നുകൊല്ല തൗഫീഖ് താ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഞങ്ങൾ ഈ സദസ്സിൽ അല്ലാഹു കബൂലാക്കട്ടെ. എല്ലാവരും ഒരു 3 സ്വലാത്ത് ചൊല്ലുവാർ ഇൻഷാ അല്ലാഹ്. പെണ്ണിങ്ങ മാണിങ്ങ എല്ലാവരും അതെച്ചോടമേ എല്ലാവരും ഒരു 3 സ്വലാത്ത് അതെച്ചോടേക്ക് ചൊല്ലും. ബിഫളലി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم